സദാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ നിത്യർഭവതി നൈഷ്ഠികീ മോഹം കരോതി വാചാലം പങ്കുലം കൈരേകരി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരണം പരമാനന്ദമാധവ ശ്രീചൈതന്യേശ്വരം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഭഗവാൻ രാധാകൃഷ്ണന്റെ തിരിച്ചും പ്രഭു പുതുവത്സര ഹരേ കൃഷ്ണ രാധാകൃഷ്ണന്മാരുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ നമുക്ക് പറ്റിയത് സേവനത്തിൽ മുന്നേറാനായിട്ടുള്ള ഒരു നല്ല വർഷമാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹാശസ്സുകളൊക്കെ നന്നായിട്ട് ചൊരിയട്ടെ. ഒരുപാട് കൃഷ്ണഭക്തന്മാരുണ്ടാകട്ടെ പുതിയ വർഷം. അങ്ങനെ ധർമ്മവും അനീതിയും ഒക്കെ തുടച്ചു മാറ്റി ഒരു നന്മയുടെയും അതുപോലെ തന്നെ വ്യക്തിയുടെയും ഒക്കെ തന്നെ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ. നമുക്ക് മനമൊരുക്കി ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ശ്രീമദ് ഭാഗവതം, ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പൊ എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകളും കൂടെ കൂടി. നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയുന്നു. ഭഗവാൻ വൈകുണ്ഠം ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ഭഗവാൻ അത്ര മെർസിഫുൾ ആണ്. അപ്പം ഇന്ന് ആരൊക്കെ ഇന്ന് യാത്രയാകുന്നവരൊക്കെ ഭാഗ്യശാലികളാണ്. വൈകുണ്ഠത്തിന് വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ശരിക്കും നമുക്ക് സ്വർഗവാതിൽ എന്ന് പറയാൻ പറ്റില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകമാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന സ്വർഗം അല്ല ഇത്. അതിനൊക്കെ ഉപരിയായിട്ടുള്ള ലോകമാണ് വൈകുണ്ഠ ലോകം. അപ്പം വൈകുണ്ഠ ലോകത്തിന്റെ വാതില് തുറന്നിട്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ ഒരു ചോദ്യം വരാം. ഈ പാപിയായിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്നത്തെ ദിവസം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വൈകുണ്ഠം തുറന്നിടുവോ എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ പല സ്ഥലത്തും ചോദിക്കാം ഉറപ്പായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസം അവർ മരിക്കണമെങ്കിൽ ഭഗവാന്റെ ഇച്ഛയില്ലാതെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും പൂർവ്വജന്മ സുഹൃതങ്ങളൊക്കെ കാണുമായിരിക്കും. അല്ല പ്രഭു, നമ്മള് പാപിയാന്ന് പറഞ്ഞാലും അതെ അവര് പാപിയാണോ നമുക്ക് അങ്ങനെ അറിയാം. ചിലപ്പം നമ്മുടെ നോട്ടത്തിൽ ആയിരിക്കും, പക്ഷെ അവര് പാപിയല്ല. അതാ അങ്ങനെ അത് ഭയങ്കര വാഗ്വാദത്തിന് ഇട നൽകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ അതിന്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല. നമുക്ക് എപ്പോ യോഗ്യത ഉണ്ടോ എല്ലാം തർക്കമാ. ഏകാദശി തന്നെ ഇപ്പൊ രണ്ടാ, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നറിയാവോ? അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞാൽ, ദശമി കൂടി വരുന്ന ഏകാദശി നമ്മൾ വൈഷ്ണവര് നോക്കാറില്ല. അതായത് ഇന്നലെ ദശമി ആയിരുന്നു സൂര്യൻ ഉദിച്ച സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഏകാദശി തുടങ്ങിയത്. നമ്മൾ എപ്പോ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏകാദശി ഉണ്ടോ അത് കൂട്ടത്തുള്ളൂ. ഇന്നൊരു കുറച്ചു നേരം ഏകാദശി ഉള്ളൂ. പക്ഷെ സൂര്യൻ ഉദിച്ച സമയത്ത് ഇന്നായിരുന്നു സൂര്യൻ ഉദിച്ച. ദ്വാദശി കൂടിയ ഏകാദശിയാണ് വൈഷ്ണവര് നോക്കുന്നത്. മറ്റവര് നോക്കുന്നത് ദശമി കൂടി ഏകാദശി നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. ദശമി കൂടിയ ഏകാദശി. അപ്പൊ അത് നമ്മുടെ മലയാളം കലണ്ടറൊക്കെ എടുത്ത് നോക്കിയാൽ നാഴികയും വിനാഴികയും കൂടുതൽ നാളെയാണ്, ഇന്നലെയാണ് ഏകാദശിക്ക്. അപ്പൊ അതുകൊണ്ട് അതായത് നമ്മളുടെ എവിടെയൊക്കെയോ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവായൂർ ഇന്നാ വൈകുണ്ഠ ഏകാദശി നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് വൈഷ്ണവ കലണ്ടർ ഫോളോ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ അതിന്റെ വാഗ്വാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകാദശി എടുക്കുന്നു, ഭഗവാൻ പ്രസന്നനാകുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ ഈ തർക്കങ്ങളിൽ പെട്ടിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നത്തെ ഏകാദശിയില് എത്ര സമയം നമുക്ക് ഭഗവാനെ ആലോചിക്കാൻ പറ്റി, ഭഗവാന്റെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഏകാദശിയുടെ അന്നൊന്നും എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി. ഞാനൊരു കപ്പ കഴിച്ചു പോയി, എന്റെ ഇന്നത്തെ ജീവിതം പോയി. മുഴുവൻ ഗ്യാസും ഉറക്കം വരവും ഒന്നും പറയണ്ട.
ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഉം. എത്ര ഇതാണ് ഞാൻ അത് ആലോചിക്കാറുണ്ട്. എത്ര സുഖമായിട്ട് ക്ഷീണമാണ്, പോവാം. അതൊക്കെ ക്ഷീണോ. ഉറക്കം വന്നിട്ട് ഇങ്ങനെ എടുത്തടിച്ച പോലെ ഉറക്കം വരിക. ഞാൻ എങ്ങനെ പിടിച്ചിരുന്നു ഓഫീസിൽ നിന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഉച്ചയ്ക്ക് ഞാൻ കടിച്ചു പിടിച്ച് എന്തൊക്കെയോ വീഡിയോ കണ്ടോണ്ടിരുന്നു. വന്നിട്ട് ഇങ്ങനെ ഉറക്കം വന്ന് എടുത്തിട്ട് അടിക്കുകയാണ്. ഓഫീസിൽ ആരൊക്കെയോ ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു ഞാനിരുന്ന് ഉറങ്ങുന്നു. അല്ലെങ്കിൽ ഏകാദശിയുടെ നമുക്ക് അറിയാതെ കണ്ണടഞ്ഞു പോകും, ഉറക്കം വരും എങ്ങനെയായാലും. ഇന്ദിരാദേവിക്ക് അനുഗ്രഹം കൊടുത്ത് വിട്ടിരിക്കല്ല അത് കാരണം. അതെ. ഇന്ദിരാദേവി തീർച്ചയായിട്ടും കടാക്ഷിക്കാതിരിക്കത്തില്ല. അപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെ സ്രോതസ്. അതിലെ ശ്ലോകം 3 യസ്യാവയവ യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോക വിസ്താരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോക വിസ്താരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോക വിസ്താരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഹരേ കൃഷ്ണ. ഞാൻ അഭിയ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3 യസ്യ അവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോക വിസ്താരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. യസ്യ അവയവ സംസ്ഥാനേ കൽപ്പിതോ ലോക വിസ്താരേ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്യമൂർജിതം. ഹരേ കൃഷ്ണ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ. യസ്യാവയവ സംസ്ഥാനേ കൽപ്പിതോ ലോകവിസ്താര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വം ഊർജിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഈ ശ്ലോകം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പദാനുപദ തർജ്ജമ. ജയശ്രീല പ്രഭാത്. യസ്യ ആരുടെ അവയവ വിസ്തരണം സംസ്ഥാനെ സ്ഥിതി ചെയ്യുന്നതിൽ കൽപ്പിതമാകുന്നു ലോക നിവാസികളുടെ ആഗ്രഹം വിസ്തരഹ വ്യത്യസ്തങ്ങളായ അനേകങ്ങളായ തദൈവ എന്നാൽ അതാകുന്നു ഭഗവതഃ പരമദിവ്യോത്തമ പുരുഷന്റെ രൂപം പരിശുദ്ധമായ സത്വം അസ്തിത്വം ഊർജിതം വൈശിഷ്ട്യം അല്ലെങ്കിൽ മഹത്വം. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ജയശ്രീല പ്രഭാത്. വിശാലവും ബൃഹത്വമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച ഗ്രഹവ്യൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സൃഷ്ടിതമായ ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ അദ്ദേഹത്തിന് നിലനിൽക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് ഇത്, ആരെ പറ്റിയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നുപോയി എന്താണ് കഴിഞ്ഞ ശ്ലോകം എടുത്തതെന്ന്. അപ്പം നമുക്കിതിന്റെ ഭാവാർത്ഥം നമുക്ക് ജ്ഞാനാംബിക മാതാജിയോട് ചോദിക്കാം. മാതാജി ഒന്ന് വായിക്കൂ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സങ്കല്പിക്കുവാൻ കഴിവില്ലാത്ത അഭിനവ ഭക്തർക്കായി സവിശേഷമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പരമനിരപേക്ഷ സത്യത്തിന്റെ വിശ്വരൂപം അഥവാ വിരാട് രൂപതത്വം. രൂപമെന്നാൽ ഭൗതിക ലോകത്തിലെ ഏതെങ്കിലും ഒരു രൂപം ആകയാൽ ആരംഭത്തിൽ ഭഗവാന്റെ ശക്തിമത്തായ വിസ്തരണത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ നിരപേക്ഷ സത്യത്തിന് വിശുദ്ധമായ ഒരു തത്വം അഥവാ സിദ്ധാന്തം അത്യന്താപേക്ഷിതമാണ്. മുകളിൽ വിശദീകരിച്ചിരിക്കുന്ന പോലെ ഭഗവാൻ തന്റെ ശക്തികളെ സർവഭൗതിക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തത്വ രൂപത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. ഭഗവത് അവതാരങ്ങളും അഥവാ ഭഗവത് ശക്തി വിസ്തരണങ്ങളും സ്വയം ഭഗവാനും ഒരർത്ഥത്തിലേകമാണ്.
എന്നാൽ മഹത്തത്വം ഭഗവാനിൽ നിന്ന് വിഭിന്നമാണ്. ആകയാൽ ഏകകാലത്ത് ഭഗവാനും ഭഗവത് ശക്തിയും ഭിന്നവും അഭിന്നവും ആകുന്നു. അപ്രകാരം വിരാട് രൂപതത്വം വിശേഷിച്ചും നിർവ്യക്തിക അഥവാ അമൂർത്തകവാദികൾക്ക് അഭിന്നമാകുന്നു. ഭഗവാന്റെ ഈ അനശ്വര സ്വരൂപം മഹത്തത്വ സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. മാത്രവുമല്ല, ഭഗവാന്റെ അനശ്വര രൂപം ആത്മീയ സമതുല്യ ശ്രേഷ്ഠം അഥവാ ഭൗതിക പ്രകൃതിക്ക് അതീതമെന്ന് ഇവിടെ ഊന്നിപ്പറയുന്നു. ഭഗവാന്റെ അതേ അതീന്ദ്രിയ സ്വരൂപം അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയിൽ സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, ഭഗവാന്റെ ബഹുവിധമായ അവതാര ആവിഷ്കാരങ്ങൾ മഹത്തത്വത്തിന്റെ സ്പർശനമേൽക്കാതെ സദാ അതേ അതീന്ദ്രിയ ഗുണത്തിലുമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണ്? മഹത്തത്വത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞല്ലേ. നമ്മള് 96 തത്വങ്ങളൊക്കെ ഞാനത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ നോക്കിയോ എന്ന് എനിക്ക് അറിയില്ല. അതെല്ലാം ഭൗതിക തത്വങ്ങളാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രഭു, എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലേ ഭൗതികയാണല്ലേ? ഇതെല്ലാം സിസ്റ്റർ, ഭൗതികമാണ്. ഷെയർ ചെയ്തായിരുന്നോ? 16 തത്വങ്ങളല്ലേ ഷെയർ ചെയ്തുള്ളൂ? 16 കഴിഞ്ഞ് 96ന്റെ അടുത്ത് ചെയ്തിട്ടിരുന്നു. വേറൊരു പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ കണ്ടു. 16 എന്ന് പറഞ്ഞാൽ നമ്മള് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന 16. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കാം. മൊത്തത്തിൽ 96 ഉണ്ട്. ഒന്നുകൂടെ കൂടുമ്പോൾ 97 ഭഗവാനോട് കൂടുമ്പോഴത്തേനും പ്രജ്ഞയായി. അല്ലെങ്കിൽ അത് വെറും ഭൗതികമാണ്. ഭഗവാനായിട്ട് അതിൻ്റെ അകത്ത് ചേർന്ന് കഴിഞ്ഞാലേ ഉള്ളൂ, പരമാത്മാവ് ചേർന്ന് കഴിയുമ്പോൾ പ്രജ്ഞയാകുള്ളൂ. അല്ലെങ്കിൽ ഈ തത്വം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ ഏത് വിഷ്ണുവിനെയാണ് കണ്ടത്? കാരണോദശകായ വിഷ്ണു. അപ്പൊ നമ്മളിങ്ങനെ അവതാരം പറഞ്ഞു പോന്നപ്പോൾ നമ്മളിങ്ങനെ പുരുഷാവതാരം വരെ എത്തിച്ചേർന്നു. ആ പുരുഷാവതാരത്തിൽ ആ ഭഗവാൻ നിശ്വസിത കാലം മതാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ എന്ന് നമ്മൾ കണ്ടല്ലേ. ജഗദണ്ഡനാഥ, അതായത് നമ്മൾ ബ്രഹ്മസംഹിതയിൽ വായിച്ചല്ലേ, ഒരൊറ്റ നിശ്വാസ കാലയളവിലുള്ള ആ വിഷ്ണുവിനെ, കാരണാർണവ ജലേ, കാരണസമുദ്രത്തിൽ ശയിക്കുന്ന ആ വിഷ്ണുവിനെ പറ്റി നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു നിശ്വാസ കാലയളവിലാണ് ഈ പറയുന്ന സൃഷ്ടികളെല്ലാം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ലാത്ത അത്രയും ബ്രഹ്മാണ്ടങ്ങൾ ഉത്ഭവിച്ചു. ആ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഓരോ വിഷ്ണു കയറി, അല്ലേ? ആ വിഷ്ണുവിന്റെ പേരെന്തായിരുന്നു? പുരുഷാവതാരങ്ങളിൽ രണ്ടാമത്തെ ആള് ആരാണ്? ഗർഭോദശകായ വിഷ്ണു, അതായത് ഗർഭസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു. അങ്ങനെ ഗർഭസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവിന്റെ നാഭി പങ്കജത്തിൽ നിന്ന് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മാവ് ഉടലെടുത്തു. അങ്ങനെ ബ്രഹ്മാവിന് ആണ് പിന്നീട് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ, മഹത്തത്വങ്ങളൊക്കെ തന്നെ ഭഗവാൻ കൊടുത്തു. ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളാണ്. പക്ഷെ ഭഗവാൻ ഇതിലൊന്നും ബാധകമല്ല. ഈ മഹത്വത്വം ഭഗവാനും തമ്മിൽ ഭിന്നമാണ് എന്നാണ് പറയുന്നത്. അത് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിശാലവും ബൃഹത്തുമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച ഗ്രഹവ്യൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതായത് ഈ പുരുഷ സ്വരൂപത്തിലാണ്, ഈ കാരണോദശകായ വിഷ്ണുവിന്റെ ഈ ഒരൊറ്റ സ്വരൂപത്തിനുള്ളിലാണ് എന്താണ് ഈ പറയുന്ന സർവ പ്രപഞ്ചങ്ങളും സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? അദ്ദേഹത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയാണ് എന്താണ്, അദ്ദേഹം ഒരു ശ്വാസ കാലയളവിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ തന്നെ പുറത്തേക്ക് വിടുന്നു. അത് കഴിയുമ്പോൾ അടുത്ത ശ്വാസത്തിൽ അത് തിരിച്ചുള്ളിലേക്ക് കയറ്റുന്നു. അപ്പൊ ഇതെല്ലാം ഇതിൽ തന്നെയാണ്. ഈ ഭഗവാനെ എന്താണ് പറയുന്നത്? കാരണോദശായ വിഷ്ണു. അല്ല, വേറൊരു പേരൂടെ ഉണ്ട്. കാരണോദശ വിഷ്ണു നമ്മളിപ്പോ പറഞ്ഞല്ലോ. വിരാട് സ്വരൂപം, അല്ലെ? വിരാട് സ്വരൂപം, സർവ പ്രപഞ്ചങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം. അങ്ങനെയുള്ള ഭഗവാനെ നിർവ്യക്തിഗതവാദികള് എന്താണ് പറയുന്നത്? നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ ഭഗവാൻ, അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഭഗവാന് രൂപമുണ്ടോ? ഇല്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആൾക്ക് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്? രൂപമില്ല, അല്ലെ? പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം രൂപത്തോടു കൂടിയാണ് ഹൃദയത്തിൽ പരമാത്മാവായിട്ട് വസിക്കുന്നതെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. 8 ഇഞ്ച് നീളത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നമ്മളുടെ എല്ലാം, മനുഷ്യരുടെ എല്ലാം, മറ്റു ജീവജാലങ്ങളുടെ ഒക്കെ ഉള്ളിൽ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പമാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു ജീവാത്മാവിന്റെ വലിപ്പം ഒരു തലമുടി നാടിന്റെ അഗ്രത്തിന്റെ 10,000-1 മാത്രമാണ് വലിപ്പം, അല്ലെ? ഒരു ജീവാത്മാവിന്റെ വലിപ്പം. അപ്പം പരമാത്മാവിന്റെ വലിപ്പം
ആ, മനുഷ്യർക്ക് 8 ഇഞ്ചാണ്. ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അല്ല, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല, വെറുതെ ഞാൻ എന്തെങ്കിലും ഇത്ര ഇഞ്ചാണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലല്ലോ. ഭാഗവതം പറഞ്ഞിട്ടുള്ളതാണ് 8 ഇഞ്ച് വലുപ്പത്തിൽ ഈ അല്ല, അപ്പൊ പറയുന്ന വേറെ പോലെ. കാര്യമുണ്ട്. ഈ മുടിയുടെ തുമ്പിലുള്ള ഇതാണോ പിന്നെ 8 ഇഞ്ച് വരുന്നത്? അല്ലല്ല, അത് ജീവാത്മാവാണ്. പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണ് ജീവാത്മാവ്. പിന്നെ 8 ഇഞ്ച് ജീവാത്മാവിന്റെ ഉള്ളത് വലിപ്പമാണ്. ജീവാത്മാവിന്റെ വലിപ്പമാണ് എന്താണ്, ഒരു തലമുടി നാടിന്റെ അഗ്രത്തിന്റെ ആ അതിനെ ആയിരത്തിലൊരു അംശം. 10,000 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു, ആ അതായത് 15. അതുകൊണ്ടാണ് അത് നമ്മുടെ ദശപ്രാണനുമായിട്ട് എന്താണ് ആ വ്യാപിച്ചിഴുകി ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാണവായു എന്നൊക്കെ പറഞ്ഞത്. 8 ഇഞ്ച് വലിപ്പം പരമാത്മാവിനാണോ? പരമാത്മാവിനാണ്. ഓ ശരി. ആ 8 ഇഞ്ച് എന്ന് പറയുമ്പം കുറച്ചുണ്ടല്ലോ. അതെ അതെ, നമ്മുടെ ഒത്തിരി ഇല്ല. ഹൃദയത്തിൽ 8 ഇഞ്ചായിട്ട്. അപ്പൊ അതല്ലേ ചോദ്യം ഞാൻ ചോദിച്ചത്. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേന് ഈ പരമാത്മാവിനെ ഡോക്ടർക്ക് കാണാൻ പറ്റില്ലെന്ന്. ഞാൻ ആ കഥയൊക്കെ പറഞ്ഞില്ലേ അല്ല, ഒരു പണ്ടൊരു ഡോക്ടർക്ക്. ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു. അല്ല, ഈ ആ കഥ ചെറുക്കൻ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാതാജി അന്ന് വന്നിട്ടില്ലായിരുന്നു. പരമാത്മാവ് എന്തിയെന്ന് ചോദിച്ചു. ഉം കണ്ടില്ല. അവസാനം പരമാത്മാവിനെ കീറി മുറിച്ചാൽ ചോദിച്ചപ്പോഴത്തേക്ക് ബ്ലഡ് ഒഴുകി വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു പരമാത്മാവിനെ, ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞു. അതല്ല, അങ്ങനല്ലേ? വേറൊരു കഥയാണ്. ആ കഥയല്ല, ആ വേറൊരു കഥ ഞാൻ പറഞ്ഞു. ഇവർക്കൊക്കെ അറിയാമായിരിക്കും. ആ ഒരു കുട്ടി, ആം, അല്ലേ മാതാജി? കേട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു? സബിത മാതാജി, ആ പ്രഭു, എന്താ ഞാനൊന്നും ഓർക്കുന്നില്ല പ്രഭു. ഹൃദയ ശസ്ത്രക്രിയ നടന്ന ആർപ്പാട്. വിശ്വാസം ഇല്ലാത്തൊരു ഡോക്ടർക്ക് ആ ഭഗവാൻ ആ ഭഗവാൻ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ബോധ്യമായത് എന്ന് ആ. പറഞ്ഞിരുന്നു. എന്റെ ആ. ദൈവമേ. അല്ല, അങ്ങനെ ഈ കുട്ടി പറഞ്ഞു എന്റെ ഹൃദയത്തിലുണ്ട്, മുറിക്കരുതെന്നല്ലേ, ഓപ്പറേഷൻ അങ്ങനെയല്ല, ചെയ്യരുതെന്ന്. എന്തോ മുറിക്കരുതെന്നല്ല പറഞ്ഞു. പറഞ്ഞത്. ആ ആ ഭഗവാനോട് പറയണം, എന്താ പറഞ്ഞ, ഞാൻ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് ചോദിക്കണം എന്ന്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ കഴിഞ്ഞാൽ. ആ ആ അപ്പൊ അങ്ങനെ, അത് കഴിഞ്ഞ സീരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ ബ്ലഡ് ഒഴുകി വന്നല്ലേ, അപ്പൊ ഇയാൾ പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് കഴിഞ്ഞു. ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഈ ഓപ്പറേഷൻ ഫെയിലായി. ആദ്യമായിട്ട് ഇയാൾ എന്ത് ചെയ്തു? സാധാരണഗതിയിൽ ഇതൊരു ജോലിയായിട്ട്, തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് പോകുന്നു. ഇയാൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആകുന്നു. എല്ലാവരും തന്നെ ജീവിക്കുന്നു. എത്ര കോംപ്ലിക്കേറ്റഡ് ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക, അതൊക്കെ വളരെ നിസ്സാരമായിട്ട് അയാൾ പുഷ്പം പോലെ ചെയ്തിട്ട് പോകും. അത്രയ്ക്ക് കഴിവാണ്. ഭയങ്കര പേര് കേട്ട ഡോക്ടറാണ്. അപ്പം ഉം എല്ലാം ഇയാളവിടെ ആൾക്കാർ മരിക്കുന്നോ പോകുന്നോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. കാര്യമല്ല, എന്റെ കഴിവ്, ഞാൻ പഠിച്ചു, നല്ല രീതിയിൽ വിദ്യാഭ്യാസം പേരൻസ് തന്നു, ഞാൻ പഠിച്ച് നല്ല പാസ്സായി, എനിക്ക് പ്രായം കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ആണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പം ഈ കുട്ടിയെ ഒരു വാത്സല്യം തോന്നി. പക്ഷെ കുട്ടിക്ക് അറിയാമായിരുന്നു 5 വയസ്സുള്ള കുട്ടിയാണ്, മരിക്കാൻ പോവാണെന്ന്. അപ്പൊ നല്ല കുസൃതിയായിട്ട് സംസാരിക്കും. ഈ കുട്ടിയുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഡോക്ടർ വന്ന് പരിശോധിച്ച് എല്ലാം ഓപ്പറേഷനൊക്കെ റെഡി അല്ലേ, എന്താണ് കുട്ടിക്ക് അസുഖം എന്നൊക്കെ അറിയുമോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഡോക്ടർ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് പോലെ ഉണ്ട് ഇതിനു മുൻപേ. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, "ആ, എനിക്കറിയാം. ആ, അപ്പൊ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നൊന്നും ഒക്കെ അറിയില്ല. അമ്മയുടെയൊക്കെ ദുഃഖം കണ്ടപ്പോഴത്തേന് ഈ കുട്ടിക്ക് അറിയാമല്ലോ ഞാൻ ഇനി ജീവിച്ചിരിക്കുമല്ലോ എന്ന്." അപ്പൊ കുട്ടി ഡോക്ടറോട് പറയാണ്, ആ, ഡോക്ടർ, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ, അവിടെ വെച്ചിട്ട് അമ്മ എപ്പോഴും പറയാറുണ്ട്, മറ്റു പലരും പറയാറുണ്ട്, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലായിരിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഭഗവാനെ കാണുമല്ലോ. ഇപ്പൊ ചോദിക്കണം, ഞാൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കണം ഭഗവാന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞ ഒരു ഒരു കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. പുറമേ നടിച്ചില്ലെങ്കിൽ ഈ പറയുന്നത് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുന്നത്, ഇവരെല്ലാം ഇവരുടെ സ്വത്തും എല്ലാം വിറ്റിട്ട് ഈ ഒരു ഒറ്റ കുട്ടിയാണ്, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പേരൻസ് അടക്കം ഒരു നാടും ഒരു ജനത മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഇങ്ങേർക്ക് മനസ്സിലായി. സാധാരണഗതിയിൽ ഉണ്ടാകാത്ത ഒരു അനുഭവം അവർക്ക് ആ സമയത്തുണ്ടായി. സാധാരണഗതിയിൽ ഉണ്ടാകാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഹ് ഇദ്ദേഹത്തിന്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. സാധാരണഗതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഇതെല്ലാം ഉം കീറി മുറിച്ച് തുന്നിക്കെട്ടി വെച്ച് അത്രയ്ക്ക് ഈസി ആയിട്ട് പോകുന്ന ആൾക്ക് ആദ്യമായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്തു? കൈകളൊക്കെ വിറച്ചു, അതുപോലെ തന്നെ ദേഹമൊക്കെ വേർത്തു. ഇത് വിജയിക്കുമോ വിജയിക്കുമോ, സക്സസ് ആകുമോ, എത്ര പേര് നോക്കിയിരിക്കുകയാണ്. ഒരുപാട് പേര്, ജനങ്ങള് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്റെ അവസ്ഥ? അപ്പൊ അങ്ങനെ ഒരു ചിന്തകളെല്ലാം വരികയും ചെയ്തു. ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ട് തുന്നിക്കെട്ടി എല്ലാം കെട്ടിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോ
ഒട്ടും ഇതില്ല, ഹൃദയം ഒട്ടും പമ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ അത് പമ്പ് ചെയ്തില്ല എങ്കിൽ എന്താണ്, ഫെയിൽ ആയി പോകും, പിന്നീട് അത് എടുക്കത്തില്ല, പിന്നീട് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല, അതായത് ഡെഡായി മരിച്ചു പോയെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരോടും കൂടെ നിന്ന് അസിസ്റ്റന്റ് ഡോക്ടേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞു രക്ഷപ്പെടാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ തിരിച്ചു പോകാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സ് സമ്മതിക്കുന്നില്ല, എന്തോ ആരോ തടഞ്ഞു നിർത്തുന്ന പോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ആ സമയത്ത് ഈ കാര്യം പറഞ്ഞ് ഓർമ്മ വന്നു. ഞാൻ ആദ്യം കൗൺസിലിങ്ങിന് പോയ റൗണ്ട്സിന് പോയ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെ വളരെ നല്ല സൗമ്യമായിട്ട് പറയുന്ന ആ ഒരു കാര്യമാണ് ഈ ഡോക്ടറുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി. അതായത് ഡോക്ടർ അവിടെ വെച്ചിട്ട് ഭഗവാനെ കാണുമല്ലോ, ഭഗവാൻ ഹൃദയത്തിലല്ലേ, ഭഗവാനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ഈ കുട്ടിയുടെ അടുക്കൽ നിൽക്കുകയാണ്. അനക്കെല്ലാം അങ്ങ് പോയി. എന്നിട്ട് ഡോക്ടർ ആദ്യമായിട്ട് പറഞ്ഞു, ഞാൻ ഒട്ടും വിശ്വസിക്കാത്ത ആളാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ശക്തി ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിന് ജീവൻ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ പ്രാർത്ഥിച്ചു ആദ്യമായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റിന് ശേഷം നോക്കി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, എന്താ പറഞ്ഞ, ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങി, ഹൃദയം ഇടിക്കാനായിട്ട് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. നഴ്സുമാരും അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു, ഇതാ ഹൃദയം ഇടിപ്പ് തുടങ്ങിയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഹൃദയത്തെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബാക്കി ഒരുപാട് യന്ത്രങ്ങളുടെ സഹായമൊക്കെ വേണം. അപ്പൊ അതെല്ലാം എടുത്തു വന്ന് സെറ്റപ്പ് ചെയ്ത് ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുത്തു. ഹൃദയം നോർമലായി. അപ്പൊ അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി. അതായത് ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ അപ്പഴത്തേനും കേട്ടു ആ ഡോക്ടറുടെ വിളി. കാര്യം നമ്മളപ്പോ എപ്പോഴും മനസ്സിലാക്കണം, അപ്പൊ ഹൃദയ ശസ്ത്രക്രിയ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭഗവാൻ എവിടെ പോയി, ഇവിടെ ഇരിക്കുന്ന അവിടെ വരുമോന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചതിന് ഉത്തരം മനോഹർ ഗൗരദാസ് പ്രഭു തന്നത് എന്താണ്, ഭഗവാൻ നമ്മളുടെ ആരുടെയും എന്താണ് ഈ മാറ്റി നിൽക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ടല്ല, ഭഗവാനെ അറിയാം അല്ലെ, ആ ഒരു ജീവാത്മാവിന്റെ കൂടെ കൂട്ടിയതാണ്. അത് ആരുടെ ശരീരത്തിലിരിക്കുന്നു, ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അല്ല, ഭൗതിക പ്രകൃതിയുടെ ആണല്ല, ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള രണ്ടുപേരാണ് ജീവാത്മാവും പരമാത്മാവും അല്ലെ. അപ്പം അങ്ങോട്ട് മാറ്റി വെക്കുമ്പോ അപ്പുറത്തേക്ക് പോകും, ഇവിടെ വരുമ്പോ അത് ഇങ്ങോട്ടേക്ക് പോകും, അതിന്റെ കൂടെ ഇന്റഗ്രൽ ആണ്. പിന്നെ ഹൃദയം കീറി കഴിഞ്ഞാൽ പരമാത്മാവിനെ കാണാനായിട്ട് നമുക്ക് പരമാത്മാവിനെ കാണാനായിട്ടുള്ള നമ്മളുടെ ചക്ഷുഷ് നമുക്കില്ല. നമ്മളുടെ ആന്തരിക ചക്ഷുഷ് കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ബാഹ്യമായിട്ട് ഈ കാണുന്ന സംഭവങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ നമുക്ക് കാണാനായിട്ട് ദൃശ്യമാവില്ല. അന്തർദാനം ചെയ്തിട്ടാണ് പരമാത്മാവ് ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ മറുപടി. അങ്ങനെ പരമാത്മാവിനെ ഹൃദയം കീറി നോക്കിക്കഴിഞ്ഞാൽ 8 ഇഞ്ച് വലുപ്പമുള്ള പരമാത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മളെ പോലെയുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഉള്ളിൽ തന്നെ നമ്മളെ പരമാത്മാവിനെ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നില്ല. നമ്മൾ ഉള്ളിലേക്ക് നോക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കും? വളരെ സിമ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ബൃഹത്തായ പുരുഷ സ്വരൂപത്തിൽ സർവ പ്രപഞ്ച ഗ്രഹവ്യൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു എങ്കിലും സൃഷ്ടിതമായ ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ തന്നെ അദ്ദേഹത്തിന് നിലനിൽക്കാം. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് ഈ പറയുന്ന ഭൗതിക പ്രകൃതിയിലെ 96 ഘടകങ്ങളുടെ ആവശ്യമില്ല. കാര്യം അദ്ദേഹം ഇതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു ക്ലാസ് കേട്ടു, ഫേസ്ബുക്ക് ഇങ്ങനെയോ ചെയ്തപ്പോ ഒരു എന്നാ പറയുന്ന, അവരുടെ പേരെന്താണ്, സ്ത്രീ സമ്പ്രദായം അല്ലല്ലോ, എന്നാ, ബ്രഹ്മകുമാരീസ് പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഭഗവാന്റെ ഈ രൂപം, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രൂപം കണ്ടില്ലേ, AI ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. AI ക്രിയേറ്റ് ചെയ്ത ഈ രൂപം കാണാൻ എത്ര ഭംഗിയാണ് അല്ലെ. അപ്പൊ യഥാർത്ഥ ഭഗവാൻ എത്ര ഭംഗിയായിരിക്കും അല്ലെ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾക്ക് ഈ പറയുന്ന അവരൊക്കെ വിരാട് രൂപത്തിലാണ് അവര് ആരാധിക്കുന്നത് ഭഗവാനെ, രൂപമില്ലാത്ത രീതിയിൽ. നമ്മൾക്ക് എന്താണ്, ഹൃദയം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, അല്ല നമ്മളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അവരൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നത്. ഭഗവത്ഗീത ഒക്കെ വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കും, നല്ല ക്ലാസ്സും ഒക്കെയാണ്. പക്ഷെ അവസാനം എത്തിക്കുന്ന നിരാകാര ബ്രഹ്മത്തിലേക്കാണ് അവർ എത്തിക്കുന്നത് നമ്മളെ. ഈ പറയുന്നതെല്ലാം കഥകളാണ്. ഇവിടെ ഒരു തേജസ്സെന്നോ, ഇവിടെ ഒരു വെളിച്ചമെന്നോ എന്തൊക്കെയാണ് അവര് പറയുന്നത്.
അവര് പറയുന്ന ശിവനെയാണ് അവര് ഇതെല്ലാം കഥകളാണ്, നമ്മളുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള മന്ത്രം, അതായത് മനസ്സിനെ ത്രാണനം ചെയ്യുന്നത്. അതൊക്കെ അതെ, ശരിയാണ്. മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ കഥകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് കഥയായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾ കൃഷ്ണാബോധത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. കൃഷ്ണൻ എന്ന് പറയുന്ന സാകാരം, ആ ഇത് സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലിയർ ആണ്, രൂപമുള്ള ആള് അല്ലേ? സച്ചിത് ആനന്ദ വിഗ്രഹമാണ് ഭഗവാൻ എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കൃഷ്ണബോധം പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ തന്നെ അത് എന്താണ്, രൂപമില്ല, ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ശരിയാണ്, ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഭഗവാൻ നിരാകാരവും ആകാരവുമാണ് ഒരേ സമയം. ഇതാണ് നമ്മൾ പറയുന്നത് അല്ലെ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് അത്രയും വലുത് രൂപത്തിൽ നമ്മുടെ കണ്ണും കൊണ്ടോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരേ സമയം എന്താണ്, നിരാകാരവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ 8 ഇഞ്ച് വലുപ്പത്തിരിക്കുന്ന ഭഗവാൻ എന്താണ്, രൂപമുണ്ട്. അതുപോലെ തന്നെ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഭഗവാനും വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന അസംഖ്യം വിഷ്ണുവിനും രൂപമുണ്ട്. ഇതാണ് നമ്മൾ നമ്മള് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ലെ? അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന് രൂപമുണ്ട്. ഇത് അതുപോലെ തന്നെ ഭഗവാന് ഈ പറയുന്ന ഈ ഭൗതിക സൃഷ്ടിയുടെ ഇതിൽ നിന്നും വിഭിന്നമാണ്. ഈ ഭൗതിക സൃഷ്ടിയിൽ ഉള്ള ഈ മഹത്തത്വങ്ങളൊന്നും ഭഗവാന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചിലരൊക്കെ പറയാം ഭഗവാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് എന്താ പറയുക, ഭഗവാൻ ഇതില്ലാതെ നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ചില തത്വശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തന്റെ ശക്തികളെ സർവ്വ ഭൗതിക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തത്വ രൂപത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. ഭഗവത് അവതാരങ്ങളും അഥവാ ഭഗവത് ശക്തി വിസ്തരണങ്ങളും അല്ലെങ്കിൽ സ്വയം ഭഗവാനും ഒരർത്ഥത്തിൽ ഏകമാണ്. ഭഗവാന്റെ സ്വവിസ്തരണങ്ങളുണ്ടല്ലേ? സ്വവിസ്തരണങ്ങൾ നമ്മൾ കണ്ടു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ 1-ാം ചതുർവ്യൂഹം, 2-ാം ചതുർവ്യൂഹം, അങ്ങനെ നമ്മൾ കുറെ കണ്ടിരുന്നു അല്ലെ? അപ്പൊ അതും ശക്തി വിസ്തരണങ്ങളും സ്വയം ഭഗവാനും ഒരർത്ഥത്തിൽ ഏകമാണ്. അതായത് രൂപമില്ലാത്ത ഭഗവാനും അതുപോലെ തന്നെ രൂപമുള്ള ഭഗവാനും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനും ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകമാണ്. എന്നാൽ രണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യത്യാസങ്ങളുമാണ്. ഇതാണ് ഭഗവാന്റെ പൊട്ടൻസി. ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനും നമ്മള് ഗോലോകത്തിരിക്കുന്ന ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന് 8 ഇഞ്ചേ ഉള്ളൂ, മറ്റേത് പ്രപഞ്ചം അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുക. രൂപമില്ലാത്ത ഭഗവാന്റെ തേജസ്സിനെ നമ്മൾ എന്തായിട്ട് കാണുന്നു? സൂര്യപ്രകാശമായിട്ട് കാണുന്നു. അത് ബ്രഹ്മജ്യോതി. രൂപമുള്ള ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ എന്താണ്? സൂര്യഗോളം എന്ന് പറയുന്നു. ഗോലോകത്തിലിരിക്കുന്ന ഭഗവാനെ സൂര്യഗോളത്തിന്റെ ഉപരിതലമായിട്ടും കണക്കാക്കുന്നു അല്ലെ? ശ്രീലപ്രഭാതർ പറഞ്ഞ എക്സാമ്പിള് നമ്മള് ഭഗവത്ഗീതയിൽ കണ്ട എക്സാമ്പിൾ ആണല്ലേ? അതായത് വെറും സൂര്യപ്രകാശമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് എന്താണ്? ബ്രഹ്മജ്യോതി. സൂര്യപ്രകാശം, ബ്രഹ്മജ്യോതി. അതുപോലെ തന്നെ സൂര്യഗോളത്തിന്റെ പുറം ഭാഗം അല്ലെങ്കിൽ സൂര്യഗോളമായിട്ട് നമ്മൾ പരമാത്മാവിനെ കാണുന്നു. അതുപോലെ തന്നെ സൂര്യഗോളത്തിന്റെ ഉപരിതലത്തിന്റെ ഉൾഭാഗത്തിനെയാണ് ഗോലോക വൃന്ദാവനമായിട്ട് കാണുന്നത്. ആ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ് അല്ലെ? നമ്മുടെ 3 റിയലൈസേഷൻ ഉണ്ടല്ലോ. ഏതൊക്കെയാണ് 3 റിയലൈസേഷൻ? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ആ ബ്രഹ്മൻ റിയലൈസേഷൻ ആണ് എന്താണ്? സൂര്യപ്രകാശം. അതുപോലെ തന്നെ പരമാത്മ റിയലൈസേഷൻ ആണ് സൂര്യഗോളം. അതുപോലെ തന്നെ ഭഗവാൻ റിയലൈസേഷൻ ആണ് സൂര്യഗോളത്തിന്റെ ഉപരിതലം, ഉൾഭാഗം. അപ്പം ഇത്ര വ്യത്യാസങ്ങളുണ്ട് ഇത് തമ്മിൽ. ഇതെല്ലാം ഒന്നാണെങ്കിലും എന്താണ്, ഇതിന് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതിക്കും നമ്മൾ അതിനെ എന്താണ് പ്രാപിക്കുന്ന ലെവലിനും അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏകകാലത്ത് ഭഗവാനും ഭഗവത് ശക്തിയും വിഭിന്നമാണ്. ഭിന്നവും അഭിന്നവുമാണ്. അതാണ് അചിന്ത്യ ഭേദഭേദ തത്വം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു തത്വം പഠിച്ചിട്ടുണ്ടല്ലോ. അത് ആരാണ് വിഭാവനം ചെയ്ത തത്വം? ഒന്നാട് പറഞ്ഞാൽ മറന്നുപോയി. വിശ്വനാഥാണോ? ചൈതന്യ മഹാപ്രഭു. ചൈതന്യം.
അപ്പൊ അതിനു മുൻപേ ഉള്ള അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഏതൊക്കെയായിരുന്നു? ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുൻപേ നിലനിന്നിരുന്ന തത്വങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ആരുടെ ആയിരുന്നു? ഏത് അവതാരമായിരുന്നു ഭഗവാൻ എടുത്തു വന്നത്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധന്റെ തത്വം എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ക്ലാസ്സിൽ പറഞ്ഞ അഹിംസ. അഹിംസ. നിർവാണം. നിർവാണം. അഹിംസ ഒരു സിസ്റ്റം ഫോളോ ചെയ്തെന്നേ ഉള്ളൂ. അതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ നിർവാണമായിരുന്നു. നിർവാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനപ്പുറം ഒന്നുമില്ല. ഈ ജന്മം കൊണ്ട് തീർന്നുമല്ല, അല്ലേ? ഇവിടം കൊണ്ട് തീർന്നു. പുനർജന്മമോ ആത്മാവോ അങ്ങനത്തെ ഒരു കാര്യവും ഒന്നുമില്ല. ഇല്ല, നിർവാണം. ആ നിർവാണം തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് വന്ന ആരായിരുന്നു? വേറൊരു സിദ്ധാന്തവും കൊണ്ട് അറിയില്ല. എംപോസിഷൻ. കേരളത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. ശങ്കരാചാര്യ. ശങ്കരാചാര്യർ. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്തായിരുന്നു? അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തം. അതായത് നമ്മളും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് പോവാണ്, അല്ലെ? നമ്മൾ ജീവാത്മാക്കൾ ഒരു പ്രത്യേക സമയത്തിൽ യോഗയൊക്കെ ചെയ്തിട്ട് പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ നമ്മള് ഭഗവാന് തുല്യരായി എന്നുള്ള ഒരു തത്വം. നിർവ്വാണത്തെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇത് അസത്യമാണ്, അല്ലെ? അസത്യം പ്രചരിപ്പിക്കാൻ ഞാൻ വരുന്നു എന്ന് മഹാദേവൻ ആരോട് പറഞ്ഞിരുന്നു? പാർവതി ദേവിയോട് പറയുന്നു, ഞാൻ അവതാരം എടുക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ ശങ്കരാചാര്യരായിട്ട് മഹാദേവൻ വന്നു, അവതരിച്ചു. അങ്ങനെ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരുപാട് പേര് വന്നു. അതിൽ എല്ലാവർക്കും ഒരു ചെറിയ 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 വ്യത്യാസങ്ങൾ ഉണ്ടായി. മധ്വാചാര്യർ വന്നു, രാമാനുജാചാര്യർ വന്നു. അപ്പൊ അവരൊക്കെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് രാമാനുജാചാര്യർ ഒരു കൺക്ലൂഷൻ എത്തിയില്ല. മാധ്വാചാര്യർ രണ്ടാണെന്ന് സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൈതന്യ മഹാപ്രഭു, പിന്നീട് ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിച്ചപ്പോൾ അദ്ദേഹം അചിന്ത്യ ഭേദഭേദ തത്വം കൊണ്ടുവന്നു. ആ അചിന്ത്യ ഭേദഭേദത്തിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്, എന്നാൽ ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല. അതെന്താണ് അങ്ങനെ? ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്, ഗുണത്തിൽ ഒന്നാണ്, ഒന്നാണ്, ഗുണത്തിൽ അളവില് ഒന്നാണ്. വ്യത്യാസം. ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല. അതെങ്ങനെ? അളവിൽ ഒന്നല്ല, വ്യത്യാസമുണ്ട്. നമ്മള് അണുവും, ജീവാത്മാവായ നമ്മൾ അണുവും, ഭഗവാൻ പരമാത്മാവായ ഭഗവാൻ വിഭുവുമാണ്. ഒരു തലമുടി നാടിന്റെ അഗ്രത്തിന്റെ 10,000-ലൊന്ന് വലുപ്പവും ഭഗവാൻ 8 ഇഞ്ചുമായിട്ടാണ് ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്ന ഭഗവാൻ എത്ര വ്യത്യാസമുണ്ട്? അപ്പം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. അപ്പൊ അതാണ്, നമ്മൾ അണുവും ഭഗവാൻ വിഭുവാണ്. നമ്മൾ ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിൽ ഭഗവാൻ ഒരു സ്വർണ്ണ ഖനിയാണ്. നമ്മൾ ഒരു തുള്ളി കടൽ വെള്ളമാണെങ്കിൽ എന്താണ്? ഭഗവാൻ മഹാസമുദ്രമാണ്. അതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അനശ്വര സ്വരൂപം മഹത്വ സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. മാത്രവുമല്ല ഭഗവാന്റെ അനശ്വരൂപം ആത്മീയ സമതുല്യ ശ്രേഷ്ഠവും ഊന്നി പറയുന്നു. ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരങ്ങൾ ആവിഷ്കരണം. ഓക്കെ, അപ്പൊ നമ്മള് മനസ്സിലാക്കിയത് ഭഗവാൻ ഈ സൃഷ്ടി ചെയ്യാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിലും, മഹത്വത്തിൽ ഉപയോഗിക്കുന്നെങ്കിലും ഭഗവാനിൽ നിന്നും ഇത് വിഭിന്നമാണ്, അല്ലെ? നമ്മൾ ആ മഹത്തത്വത്തെ ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നെന്നുള്ള നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളുടെ എല്ലാ അധപ്പതനത്തിന് കാരണം. നമ്മൾ ഈ കുറച്ച് സയൻസ് അങ്ങ് പഠിച്ചു. ഈ മഹത്തത്വം എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്, അല്ലെ? അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. ഭയങ്കര, നമ്മൾ ഓർക്കും നമ്മളുടെ ഇതിൽ ഇത്ര മാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് അറിയാമോ? ഒരിക്കലും നമുക്ക് ദഹിക്കാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റാത്ത സംഭവങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, നമ്മൾക്ക് അതിൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ, ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 1.5 പുള്ളിയാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും. അതാണ് നമ്മളുടെ പ്രശ്നം. നമ്മൾ അതിനകത്തെ ഭഗവാന്റെ പൊട്ടൻസി നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇതാണ് നമ്മളുടെ പരാജയവും. ആ അധപ്പതനമാണ് നമ്മളിപ്പോഴും ഈ ലെവലിൽ തന്നെ നിൽക്കാനായിട്ടുള്ള കാര്യം. നമ്മൾ ഭഗവാന്റെ സുപ്രീമസി നമ്മൾ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് തയ്യാറാകാത്ത ഇത് കൊണ്ടാണ് നമ്മൾക്ക് ഈ വരുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം. ഇനി അടുത്ത ശ്ലോകം 4. പശ്യന്ത്യതോ രൂപമദഭ്ര ചക്ഷുഷാം സഹസ്രപാദോരുഭാജാനനാദ്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബര കുണ്ടലോലസൽ. പശ്യന്തോ രൂപമദഭ്ര
ചക്ഷുഷാ സഹസ്രപാദോരുഹു ജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബര കുണ്ടലോലസൽ പശ്യന്തദോരുമത മമത പ്രചക്ഷുഷാ സഹസ്രപാദോരുഹു ജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബര കുണ്ടലോലസൽ. ഹരേ കൃഷ്ണ. ജ്ഞാനമീ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. പശ്യന്തതോ രൂപം അധപ്പ ചക്ഷുഷ അധപ്ര ചക്ഷുഷ സഹസ്ര ജാനന അത്ഭുതം സഹസ്രമൂർത്ത ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യാംബര കുണ്ടലോല്ലസൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. പശ്യന്തദോരൂപമദപ്ത ചക്ഷുഷ സഹസ്രപാദോരുഭുജാനനദ്ഭുതം സഹസ്രമൂർത്ത ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബര കുണ്ടലോല്ലസൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു, ഞാനിത് ശ്ലോകം മലയാളത്തിൽ വരുന്നില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. പശ്യന്തി ആദരൂപം അഭദ്രചക്ഷുഷ സഹസ്രപാദൗരുഭുജ ആനന അദ്ഭുതം സഹസ്രമൂർധശ്രവണ അക്ഷിനാസികം സഹസ്രമൗലി അംബര കുണ്ടല ഉല്ലസത്. ഹരേ കൃഷ്ണ. അടുത്തത് പത്മ മാതാജിക്ക് ഉണ്ടോ ബുക്ക്? ഹരേ കൃഷ്ണ. പശ്യന്തതോ രൂപമദപ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർത്ത ശ്രവണാക്ഷിനാസികം സഹസ്രമല്യംബര കുണ്ടലോല്ലസത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീലപ്രഭാതന്റെ പ്രധാനപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. പശ്യന്തി ദർശിക്കുക. അധഃ പുരുഷരൂപം ആകാരം. അധ പൂർണ്ണമുള്ള അല്ലെങ്കിൽ കുറ്റമറ്റ. ചക്ഷുഷ നേത്രങ്ങളാൽ. സഹസ്രപാദങ്ങൾ ഊരുക്കൾ അല്ലെങ്കിൽ തുടകൾ. ഭുജ ആനന്ദഭുജങ്ങളും വദനവും. അദ്ഭുതം സഹസ്ര ആയിരക്കണക്കിന്. മൂർധ ശിരസ്സുകൾ. ശ്രവണേന്ദ്രിയങ്ങൾ. അക്ഷി നേത്രങ്ങൾ. നാസികം നാസികകൾ. സഹസ്രം മൗലി പൂമാലകൾ. അംബര വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉടയാളകൾ. കുണ്ടലങ്ങൾ. ഉല്ലസൽ സർവോജ്വലമായ. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. ഭക്തന്മാർ പൂർണ്ണതയുള്ള കുറ്റമറ്റ നേത്രങ്ങളാൽ സഹസ്ര ഉരുക്കളും പാദങ്ങളും ഹസ്തങ്ങളും വദനങ്ങളുമുള്ള സർവാതിശയവും അസാധാരണവുമായ പുരുഷാവതാരത്തിന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുന്ന ആ സാമാന്യാതീത രൂപത്തിൽ സഹസ്ര ശിരസ്സുകളും കർണങ്ങളും നേത്രങ്ങളും നാസികകളുമുണ്ട്. അവയെല്ലാം സഹസ്ര കിരീടങ്ങളാലും തേജസ്സുറ്റ കുണ്ടലങ്ങളാലും പൂമാലകളാലും സമ്പൂജ്യമായി അലങ്കരിച്ചിരിക്കുന്നു. ഇത് നമ്മള് ഭഗവത്ഗീതയിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഈ വിരാട് രൂപ ദർശനം കാണാനായിട്ട് സാധിക്കും. 11-ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം എന്ന് തന്നെയാണ് ആ അധ്യായത്തിന്റെ പേര്. വിരാട് രൂപ അല്ലെങ്കിൽ വിശ്വരൂപം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തെ പറ്റിയാണ് പറയുന്നത്. ഭക്തന്മാർ പൂർണ്ണതയുള്ള കുറ്റമറ്റ നേത്രങ്ങളാൽ സഹസ്ര ഊരുക്കളും പാദങ്ങളും ഹസ്തങ്ങളും വദനങ്ങളും സർവാതിശയവും അസാധാരണവുമായ പുരുഷാവതാരത്തിന്റെ ആ ഒരു രൂപമാണ് ഇപ്പൊ പറയുന്നത്. കാരണോദശികായ വിഷ്ണുവിന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുന്ന ആ സാമാന്യാതീത രൂപത്തിൽ അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? സഹസ്ര ശിരസ്സുകളും ആയിരക്കണക്കിന്. സഹസ്ര എന്ന് പറഞ്ഞാൽ വെറും 1000 എന്നല്ല അതിന്റെ അർത്ഥം, ആയിരക്കണക്കിനെന്നാണ് ഉദ്ദേശിക്കുന്നത്. കർണനേത്രങ്ങളും, ആയിരക്കണക്കിന് കർണങ്ങളും നേത്രങ്ങളും, കണ്ണുകളും ചെവികളും നാസികകളും ഉണ്ട് ആ രൂപത്തിന്. അവയെല്ലാം സഹസ്ര കിരീടങ്ങളാലും ആയിരക്കണക്കിന് കിരീടങ്ങളാലും തേജസ്സുറ്റ കുണ്ടലങ്ങളാലും പൂമാലകളാലും സമ്പൂജ്യമായി അലങ്കരിച്ചിരിക്കുന്നു. ആ വിശ്വരൂപത്തിന്റെ ആ ഒരു വർണ്ണനയാണ് ഭഗവാന്റെ വിരാട് രൂപ ദർശനത്തിന്റെ
ആ ഒരു പുരുഷാവതാരത്തിന്റെ വർണ്ണന. അപ്പൊ അങ്ങനെ ആദ്യത്തെ പുരുഷാവതാരത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന്റെ ഭാവാർത്ഥം അറിയാം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. നിലവിലുള്ള ഭൗതിക ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയമായ ഭഗവാന്റെ യാതൊന്നും ദർശിക്കാനാവില്ല. ആകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭക്തിയുത സേവനത്തിൽ ശുദ്ധീകരിക്കേണ്ടതായുണ്ട്. അപ്പോൾ മാത്രമേ ഭഗവാൻ നമുക്ക് വെളിപ്പെടുകയുള്ളൂ. ശുദ്ധ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ അതീന്ദ്രിയമായ ഭഗവാനെ വീക്ഷിക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകയാൽ ഭക്തിയുത സേവനം മാത്രമേ ഒരാളെ ഭഗവത് പക്ഷത്തിലേക്ക് നയിക്കുന്നുള്ളൂ എന്നും ആ ഭക്തിയുത സേവനം മാത്രമേ ഭഗവാനെ ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ എന്നും വേദത്തെ സ്ഥിരീകരിക്കുന്നു. ഭക്തിയുത സേവനം ലേപനം ചെയ്ത പൂർണ്ണതയുള്ള നേത്രങ്ങളാൽ യാഥാർത്ഥ്യമായി പരമദിയോത്തമ പുരുഷനായി ഭഗവാനെ ദർശിച്ച വ്യക്തികളിൽ നിന്നും ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങളെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കേണ്ടതാണ്. ഭൗതിക ലോകത്തെ എപ്പോഴും നാം നമ്മുടെ നേത്രങ്ങളോട് മാത്രം ദർശിക്കാറില്ല. നാം ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ യാഥാർത്ഥ്യമായ വസ്തുതകളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ അനുഭവത്തിലുള്ള ജീവിതത്തെ വീക്ഷിക്കുന്നു. സംസാരിക വിഷയങ്ങളെ നോക്കി കാണുന്നത് അത്തരത്തിലാണെങ്കിൽ പിന്നെ അതീന്ദ്രിയമായ വിഷയങ്ങളെ അതിലേറെ പൂർണ്ണതയോടെ അല്ലെ ഉചിതമായി വീക്ഷിച്ചറിയേണ്ടതാകുന്നു. ആകയാൽ ക്ഷമയോടെയും പരിപാലനത്തിലൂടെയും സമാധാനത്തോടെയും സംരക്ഷണത്തിലൂടെയും മാത്രമേ നിരപേക്ഷ സത്യത്തെയും ഭഗവാന്റെ വിഭിന്ന രൂപങ്ങളെയും സംബന്ധിച്ച അതീന്ദ്രിയ ശ്രദ്ധാ വിഷയത്തെ നമുക്ക് സാക്ഷാത്കരിക്കാനാവൂ. അഭിനവ ഭക്തർക്ക് അദ്ദേഹം അതീന്ദ്രിയ സ്വരൂപനുമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾ കാണുന്ന എന്താണ്, ഒരു ഭക്തന് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഈ പറയുന്ന അതീന്ദ്രിയ രൂപം ദർശിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഭൗതികവാദികൾക്കൊക്കെ അവര് നമ്മളോട് 8 ഇഞ്ച് അളന്ന് കാണിക്കുക, ഹൃദയം എടുത്ത് കാണിക്കുക, ഹൃദയം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണിക്കുക പരമാത്മാവിന് 8 ഇഞ്ച് നീളമുണ്ടോ, അതിനകത്ത് പരമാത്മാവ് ഉണ്ടെങ്കിൽ ആ രൂപം എന്ത് ചെയ്യും. ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പരമാത്മാവ് എവിടെ പോകും, അത് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന പരമാത്മാവ് ഇങ്ങോട്ട് വരുമോ, ഇവിടെ ഇരിക്കുന്ന അങ്ങോട്ട് പോവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അഭക്തന്മാരാണ് ചോദിക്കുന്നത് അല്ലെ, നമ്മളെ പോലെയുള്ളവർ. അല്ലാത്തവര് എന്താണ്, അതീന്ദ്രിയവാദികൾക്ക് ഇങ്ങനെയുള്ള യാതൊരു സംശയവുമില്ല. ഭഗവാൻ ഏത് രൂപത്തിൽ വന്ന് എത്ര കൈകളോ എത്ര കാലുകളോ എത്ര നേത്രങ്ങളോ എത്ര നാസികളോ ഉണ്ടെങ്കിലും ഇതൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അല്ലാത്ത ആൾക്കാർക്ക് എന്താണ്, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സമയം വെറുതെ പോകുന്നേ ഉള്ളൂ. നമ്മളുടെ തൊണ്ടയും നാവും അതുപോലെ തന്നെ മനസ്സും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് സമയം വെറുതെ പാഴാക്കാവുന്നുള്ളൂ അല്ലെ. ഭഗവാന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും എന്താണ് പറയുന്നത്, മനസ്സിലാകില്ല. ലീലകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 100 ചോദ്യങ്ങളാണ്. നമ്മളിപ്പം ഈ കാണുന്ന, നമ്മൾ ചുറ്റോടിറ്റും കാണുന്ന, മുന്നിൽ കാണുന്ന കുറെ കാര്യങ്ങൾ നമ്മളുടെ ഈ ടെക്നോളജികളിലും ഇതിലൊക്കെയാണ് അവർ വിശ്വാസം. ഭഗവാൻ എന്ന് പറയുന്നത് അതൊരു വെറും കെട്ടുകഥ, സങ്കല്പം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ തന്നെ ആചാര്യന്മാർ പലരും ക്ലാസ് എടുക്കുന്നവരൊക്കെ തന്നെ വലിയ ക്ലാസ് ഒക്കെയാണ്, പക്ഷെ ഇതെല്ലാം സങ്കല്പം എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിതൊരു കഥയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കലിയുഗം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചക്ഷുഷ് നമ്മളുടേത് ആന്തരിക ചക്ഷുഷ് തന്നെ കിട്ടണം. പിന്നെ എന്താണ്, കേട്ടറിവുള്ള ആൾക്കാരിൽ നിന്ന് നമ്മള് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് കേൾക്കണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഭൗതികവാദികളുടെ അടുക്കൽ നിന്നോ എവിടുന്നേലും ഒരു പൈങ്കിളി മാഗസിനിൽ കാണുന്ന അമർ ചിത്രകഥ വായിച്ചിട്ടല്ല നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിൽ നോക്കുന്നത് കൊണ്ടും വീക്ഷിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഭഗവാനെ കാണാൻ വയ്യാത്തത്. അപ്പൊ ഈ 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനത്തില് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അർജുനന് എന്ത് ചെയ്യണം, അംഗീകരിക്കാണ്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ അത് സാക്ഷാൽ ഭഗവാനാണോ എന്നറിയാനായിട്ട് ഭഗവാന്റെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് രൂപം കാണാനായിട്ട് അർജുനൻ ആഗ്രഹിച്ചു. അർജുനൻ ഭഗവാനോട് അത് ആവശ്യപ്പെട്ട് അനുസരിച്ചിട്ട് പറഞ്ഞു, ഈ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബൃഹത്തായതാണ്, ഒരിക്കലും ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഈ രൂപം കാണാനായിട്ട് സാധ്യമേ അല്ല
ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമല്ല. അതിനകത്ത് ഈ സർവ്വ പ്രപഞ്ചങ്ങളിലെ ജീവജാലങ്ങൾ അതിൽ നിന്ന് പലതും ഗർജിക്കുന്ന രൂപങ്ങള്, തീ പാറുന്ന രൂപങ്ങള്, ഭയങ്കര എന്താ പറയുന്നത്, പിശാചുക്കള്, അങ്ങനെ സർവ്വ ദേവന്മാര്, സർവ്വ പ്രപഞ്ചങ്ങളും ഇങ്ങനെ വട്ടം കറങ്ങുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ അർജുനന് തലകറക്കമുണ്ടായി. അർജുനന് അങ്ങനെ കുറെ ഇവര് തമ്മിലുള്ള ചോദ്യങ്ങൾ, അർജുനന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അർജുനൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് എന്താണ് അങ്ങയുടെ 4 കൈകളുള്ള ആ രൂപം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു കൊടുത്തു. ഇനി അങ്ങ് അങ്ങയുടെ പഴയ ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തില് ദർശിക്കണമെന്ന്, പഴയ രൂപത്തിലേക്ക് തന്നെ മാറും. അതായത് ഒറിജിനൽ രൂപം എന്താണ്? ഭഗവാന്റെ ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപം. അല്ല, എന്തൊക്കെയാണ് നമ്മൾ 2 കൈകളുള്ള മുരളീധര, അതായത് മുരളി കൈകളിൽ പിടിച്ചിട്ടുള്ള, ത്രിഭംഗ 3 വളവുള്ള ശ്യാമസുന്ദര രൂപം, അതായത് ഇരുനിറമുള്ള ആ കർമ്മേക വർണ്ണനായിട്ടുള്ള ആ ഭഗവാൻ ശ്യാമസുന്ദരൻ ആയിട്ടുള്ള ആ രൂപത്തിലേക്ക് വരാനായിട്ട് അർജുനൻ ആവശ്യപ്പെടുന്നു. 3 വളമുണ്ടോ പ്രഭു? ഭഗവാന് 3 വളവുണ്ട്. ഉണ്ടോ? ത്രിഭംഗല്ലേ? ശ്യാമം ത്രിഭംഗ ലളിതം നിയത പ്രകാശം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഞാൻ ചോദിച്ചത് ഭഗവാന് 3 വളമുണ്ടെന്ന് എനിക്കൊരു സംശയം. അത് ആ ഒരു ഭംഗിയുടെ ലക്ഷണമാണ് ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. നമുക്ക് 3 വളവ്, നമ്മൾ 3 വളവ്. ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഒരു ഊന്നിയല്ലേ നിൽക്കുന്നത്, ഇവിടെ ഊന്നി ഓടക്കുഴലിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഒരു വളവ്, ഇവിടെ വളവ്, കാലിൽ വളവ്. നോക്കി ആ മാതാജിയുടെ അടുത്തുള്ള വിഗ്രഹത്തിൽ നോക്കിയാൽ 3 വളവ്, എണ്ണി നോക്കിയാൽ 3 ഇല്ലേന്ന്. കൊച്ചു വിഗ്രഹത്തിലും ഉണ്ട്. ആ 3 വളവ്. അത് ഭഗവാനെ സംബന്ധിച്ച് ഭംഗിയാണ്, നമ്മളെ സംബന്ധിച്ച് വൈകല്യമാണ്. അതാണ് അല്ലേ? നമ്മൾ ആ ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അംഗവൈകല്യം സംഭവിച്ചവരായി മാറും. അതാണ് നമ്മളും ഭഗവാനുള്ള വ്യത്യാസം. നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് ഒന്നും അല്ല ഭഗവാനെ എന്റെ കാര്യങ്ങൾക്കൊന്നും. അതുകൊണ്ട് ഭഗവാനുമായിട്ട് നമ്മൾ അല്ല, എല്ലാ സൗന്ദര്യത്തിൽ പൂർണ്ണനല്ലേ ഭഗവാൻ? അതെ, കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം. കന്ദർപ്പന്മാര്, ഒരു കാമദേവനെ കണ്ടാൽ തന്നെ നമ്മളെ മൈൻഡിലൊക്കെ അടിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ കോടിക്കണക്കിന് കാമദേവന്മാർ ഒരുമിച്ച് വന്ന് നിന്നാൽ പോലും ഭഗവാന്റെ അടുക്കൽ അവർ തോറ്റു തുന്നം പാടി പോകും. കാര്യം കാമദേവന്മാരൊക്കെ ഭഗവാന്റെ സൃഷ്ടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഭൗതികമാണല്ലേ കാമദേവന്മാര്, നമ്മളെ മോഹിപ്പിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ കോടിക്കണക്കിന് കാമദേവന്മാര് വന്ന് നിന്നാൽ പോലും ഭഗവാന്റെ അടുക്കൽ അവർ നാണം കെട്ട് തിരിഞ്ഞു പോകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നിയന്ത്രിക്കുന്ന ആരാണ്? മദന മോഹന മോഹിനി. മദന മോഹനനെ, കാമദേവനെ മോഹിപ്പിച്ച, ഭഗവാനെ മോഹിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? മോഹിനി. മോഹിനി അവതാരം എടുത്താണ്. ഭഗവാനെ മോഹിപ്പിച്ചത് മദന മോഹന മോഹിനി ആരാണത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ലക്ഷ്മി ദേവിയാണോ? രാധാറാണി. രാധാറാണി. ഹരേ കൃഷ്ണ. എന്റെ ദൈവമേ, നമ്മളൊക്കെ എവിടത്തേക്കാ പോകുന്നത്? കൃഷ്ണ, എനിക്കറിയാം. രാധാറാണി. അപ്പം അതായത് ശ്രീലപ്രഭാതര് പറഞ്ഞിരിക്കുന്നത്, ഇത് കൺട്രോളർ ഓഫ് ദ സുപ്രീം കൺട്രോളർ ഓഫ് ദ യൂണിവേഴ്സ്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആ ഭഗവാൻ സർവ പ്രഭു, രാധാറാണി വേറെ കല്യാണം കഴിച്ചതാണോ? ആ, വേറെ കല്യാണം കഴിച്ചു. ആണോ? ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, രാധാറാണി കല്യാണം കഴിച്ചിട്ട് അടിയന്തര പ്രഭുവിനോട്. ആ, എനിക്കറിയില്ല. ചീത്ത പറഞ്ഞ് ഇല്ലെങ്കിൽ മാതാജിയുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. നാളെ ക്ലാസ് ഉണ്ട്, എന്നോട് കേറാൻ പറഞ്ഞിരിക്കുക ആണോ? ഓൺലൈനിൽ. ചീത്തയൊന്നും പറഞ്ഞില്ല. ചീത്തയൊന്നും പറഞ്ഞില്ല. കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു. കൃഷ്ണ. അപ്പൊ ആ രാധാറാണി നാളെ 6:30 ഇവിടുത്തെ സമയം, ഖത്തറിലെ സമയത്ത് 6:30. വൈകുന്നേരം അല്ലേ? അപ്പൊ നാട്ടില് നാളെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. എന്നറിയാം, ഇതിന്റെ ഭക്തിശാസ്ത്രീയത. അതില്ല, നാളെ ക്ലാസ് ഇല്ല, ശനിയാഴ്ചയേ ഉള്ളൂ. ഞാൻ ചിലപ്പോ ഈ ക്ലാസ്സിൽ വരുന്നോണ്ടായിരിക്കാം.
സ്പെഷ്യൽ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ആയതുകൊണ്ട് ക്ലാസ് നാട്ടിലെ സമയം 3:30 ഒക്കെ ആയിരിക്കാം. അപ്പൊ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. 70 ആണോ? ഇട്ടാലും കയറാൻ നമുക്ക് പറ്റുന്നെങ്കിൽ 70 കയറാം. കയറാൻ പറ്റുന്നവരൊക്കെ കയറുക. ഹരിചന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്. ആകെപ്പാടെ ആകെ ബുദ്ധിമുട്ടി വിഷമിച്ച് നടക്കുക. 6 മണിക്കുണ്ട് പ്രഭു, എന്നും 6 മണിക്കുണ്ട് പ്രഭു ഭാഗവതത്തിന്റെ ക്ലാസ്. അതെയോ? എന്നും കയറുന്നുണ്ട്, 6 മണിക്കുണ്ട്. അപ്പൊ രാവിലെ അദ്ദേഹം അല്ലേ വൈകുന്നേരം? 6 മണിക്ക് രാവിലെ ഒരു 6 മണി. രാവിലെ ഗ്രൂപ്പ് ചാറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ 6 മണിക്ക് 6:45 വരെ അറിഞ്ഞില്ല. ക്ലാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് അല്ല കണ്ടത് ന്യൂ ഇയർ പ്രഭു പ്രോഗ്രാമാ അമ്പലത്തിന്റെ കാര്യം നടക്കുക. വീട്ടിൽ വെച്ച്. അമ്പലത്തിന്റെ കാര്യത്തിന് നടക്കുക. അതായത് പിരിവായിട്ട് നടക്കാണ് പ്രഭു. ലോകം മുഴുവൻ ഭയങ്കര എന്ത് ആ ചെയ്യും? ചെങ്ങന്നൂർ ഒരുപാട് പ്രൊജക്ടിന് വേണ്ടി രണ്ട് കോടി 2 കോടിക്ക് അടുത്ത് വേണം എല്ലാം കൂടെ. 2 കോടി താഴെ. അതിനുവേണ്ടി പ്രഭു ഓടി നടക്കുക. വിദേശത്തെല്ലാം ഇതിന് പോകുന്നുണ്ടായിരുന്നു കമ്പയിന്. കുറെ പേരെ കൊടുത്താല് 23 സെന്റ് എഴുതിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം ഫെബ്രുവരി അത് ക്രിസ്ത്യാനിയുടെ വസ്തുവാ. അവര് സമ്മതിക്കത്തില്ല ഇങ്ങനെ പാട്ടായിട്ട് എഴുതാനും ഒരു സ്വല്പം സാവകാശവും കേൾക്കത്തില്ലെന്നൊക്കെ പറയുന്നത്. എല്ലാവരും പൈസ കൊടുക്കാൻ പറയുന്നു. കുറച്ചു പേരെല്ലാം കൊടുത്തു. അത്രയും കോടികളൊക്കെ ഉണ്ടാകണേ എത്ര രൂപ കൊടുക്കണം പ്രഭു? വെളിയിലൊക്കെ ഉള്ളവർ കൊടുക്കുമായിരിക്കും ഇഷ്ടം പോലെ. വെളിയിലൊക്കെ വെളിയിലുണ്ടെന്ന് പിരിവുള്ളൂ മാതാജി. പിരിവാണ്, അല്ലേ ഭയങ്കര പ്രഭു? പിരിവാ. അതെ. 25 കോടിയാണ് നമ്മുടെ ഇവിടുന്ന് കൊടുക്കുന്നത് മറ്റേ വേറൊരു സ്ഥലത്തിലേക്ക് വേണ്ടി, മായാപുരം. അയ്യോ, എല്ലാരും കൂടെ വിചാരിച്ചാൽ നടക്കുമായിരിക്കില്ലേ പ്രഭു? എല്ലാരും കൂടെ വിചാരിച്ചാൽ നടക്കും. പക്ഷെ അത് കോടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലയോ. സമയം പോകുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നെ? മറന്നു. മദനമോഹന മദനമോഹന മോഹിനിയാണ് രാധാറാണി അല്ലേ? അപ്പം ഈ ഭഗവാനും ആരുടെ നിയന്ത്രണത്തിലാണ്? രാധാറാണിയുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ വൃന്ദാവനം മുഴുവനും ആരുടെ കൺട്രോളിലാണ്? രാധാറാണിയുടെ ആണ് വൃന്ദാവനം അല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് മനസ്സിലാക്കണം. ഇന്നലെ ഞാനൊരു ക്ലാസ് കേട്ടിരുന്നു. അതിലിങ്ങനെ രാധാറാണിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മഹിമകളാണ് പറയുന്നത്. വൃന്ദാവനം മുഴുവനും എന്താ പറയുന്നത്? രാധേ 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 എന്നുള്ള ആ ഒരു നാമം ജപിക്കാനായിട്ട് ഈ കൃഷ്ണന്റെ ആ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് എത്തുന്ന ഒരു ലെവലിലാണ് രാധാറാണിയുടെ നാമം നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. നമ്മളാരും ക്വാളിഫൈഡ് അല്ല രാധേ രാധേ എന്ന് വിളിക്കാനായിട്ട്. നമുക്കിപ്പം കൃഷ്ണൻ വരെയുള്ള ലെവലിലേ ചെല്ലുള്ളൂ. പക്ഷെ ആ കൃഷ്ണനും മുകളിലാണ് രാധാറാണിയുടെ ലെവല്. അതുകൊണ്ട് നമ്മൾ ആ രാധാറാണിയുടെ ലെവലിൽ എത്തിച്ചേരാത്തതുകൊണ്ട് നമുക്ക് രാധേ രാധേ എന്ന് വിളിക്കാനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. അത് എന്താണ്? ഇതിന്റെയൊക്കെ ഹയർ PhD ലെവലാണ്. രാഗാനുക ഭക്തി, ശ്രീല രൂപഗോസ്വാമി വിഭാവനം ചെയ്ത രാഗാനുക ഭക്തി, ഭക്തി രസാമൃത സിന്ധുവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഗോപികമാരുടെ ഭക്തി, അതിലെ ഗോപികമാരുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആളാണ് രാധാറാണി. അപ്പൊ ആ രാധാറാണിയുടെ ഭക്തി, ആ ഒരു ലെവല്, ആ ഒരു കാര്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു വിപ്രലംബ ഭാവം, ഇതാണ് ആ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലം. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് യാതൊരു ഇതറിയത്തുകൊണ്ട് നമ്മൾ രാധേ രാധേ എന്ന് വിളിക്കാനായിട്ട് നമ്മൾ അർഹരല്ല, നമ്മൾ അതിന് ക്വാളിഫൈഡ് അല്ലതാനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം മാത്രമാണ് നമുക്ക് ജപിക്കാൻ പറ്റുന്നത്. അതിൽ ഹരേ എന്ന് പറയുന്നത് തന്നെ രാധാറാണിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് രാധാറാണി ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. രാധേ രാധേ എന്ന് വിളിക്കാനായിട്ടുള്ള ആ യോഗ്യത വ്രജവാസികൾക്കാണുള്ളത്. വ്രജവാസികൾ അവിടെ എന്താണ്? അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ബസ്സിൽ ടിക്കറ്റ് ചോദിക്കുന്നവരും വൃക്ഷക്കാരും എല്ലാവരും വഴിമാറാനും പോകാനും ഒക്കെ പറയുന്നതും രാധേ രാധേ എന്നാണ്. അവർക്ക് ആ ഒരു മന്ത്രമേ ഉള്ളൂ. വൃന്ദാവനത്തിൽ അവിടെ ചെന്ന രാധേ 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 വഴി വൃന്ദാവനത്തിലെ ഈ രാധേ രാധേ എന്നുള്ള ഇതേ ഉള്ളൂ. കാര്യം വൃന്ദാവനവാസികൾക്ക് അവരവിടെ ജനിച്ചു വളർന്ന എത്ര ഭാഗ്യമുള്ളവരായതുകൊണ്ടാണ് വ്രജയിൽ ജനിച്ചു വളർന്നവര്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ രാധാറാണിയുടെ സേവകരാണ്. ഏതൊക്കെയോ ജന്മങ്ങളിൽ അവർ രാധാറാണിക്ക് വേണ്ടിയിട്ട് സേവ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ജനിക്കാണ്ട് പറ്റിയത്. നമുക്കൊക്കെ അവിടെ ഒന്ന് പോകാനുള്ള യോഗ്യത പോലും ഇല്ല. രാധാറാണിയുടെ കൃപ ഉണ്ടെങ്കിൽ മാത്രം അവിടെ നമുക്കൊരു പ്രവേശനം കിട്ടും.
പ്രഭു, അല്ലാതെ ഞാൻ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോയിൽ കേട്ടതാണ്. നമ്മള് ഇപ്പൊ കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് വൃന്ദാവനത്തിൽ നമ്മൾ എങ്ങാനും എത്തിച്ചേർന്നാല് നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയൂത്രേ നമ്മളത് കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ല, രാധാറാണിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ രാധാറാണിന്റെ വൃന്ദാവനത്തിൽ എത്താൻ അതെ പറ്റത്തുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ നമുക്കറിയാം ഗോലോക വൃന്ദാവനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, രാധാറാണിയെ പറ്റി പറഞ്ഞപ്പോ ആ കഥ പറഞ്ഞപ്പോ രാധാഷ്ടമിയുടെ ഇന്ന് കേട്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഗോലോക വൃന്ദാവനത്തിലേക്ക് അങ്ങനെ ആർക്കും പ്രവേശനം ഇല്ലല്ലോ. നമ്മളൊക്കെ ഈ പ്രേമയുത ഭക്തിയുത സേവനത്തിൽ ഈ രാഗാനുക ഭക്തി അല്ലെങ്കിൽ ഈ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ വിപ്രലംബ ഭാവത്തിന്റെ ഭക്തിയുടെ അങ്ങേ അറ്റത്തിലുള്ള ലെവലിൽ ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗോലോക വൃന്ദാവനത്തിലേക്ക് കയറാനായിട്ടുള്ള പാസ്വേഡ് എന്താണെന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ഞാനന്ന് പറഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ട്. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് അടിച്ചിട്ടില്ലേ കയറുന്നത്. ഗോലോക വൃന്ദാവനത്തിലേക്ക് കയറാനായിട്ട് ഒരു പാസ്വേഡ് ഉണ്ട്. അതെന്താണ്? എന്നതാ പ്രഭു മറന്നുപോയി. രാധേ രാധേ. ഇത് വളരെ സിമ്പിൾ ആണ്. രാധേ. ഇതാണ് ഗോലോക രാധേ. വൃന്ദാവനത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആ ഒരു പാസ്വേഡ്. അപ്പം നമ്മൾ ആ പാസ്വേഡ് വിളിക്കാനായിട്ട് നമ്മൾ യോഗ്യരാണോ ഇല്ലയോ? അപ്പൊ നമുക്ക് വൃന്ദാവനത്തിൽ രാധാറാണിയുടെ കൃപയില്ലാതെ ഒരാൾക്കും പറ്റത്തില്ല. രാധാറാണി ചിലർക്കൊക്കെ അജ്ഞാത സുകൃതി കൊടുക്കും, ചിലരൊക്കെ എങ്ങനെയെങ്കിലും കൃഷ്ണഭക്തരാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് ഇത് കൊടുക്കും. അങ്ങനെയാണ് ഞാനൊക്കെ അവിടെ ചെന്ന് പെട്ടത് പ്രഭു, അല്ലെ. പ്രേമാനന്ദ് സ്വാമിജി പറഞ്ഞിട്ട് ഒരു സ്വാമിജി ഇല്ലേ? ഉണ്ട് ഉണ്ട് അവര് പ്രേമാനന്ദ. ഇസ്കോണിലാണോ? അല്ല, അവർ ഇസ്കോണിലല്ല, അവര് രാധാവല്ലഭ സമ്പ്രദായമാണ്. നമ്മൾ ആ ഈ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള 4 പരമ്പരകളിലല്ല വിട്ടിരിക്കുന്നത്. അവര് ആ രാധാവല്ലഭ സമ്പ്രദായത്തിലാണ്. രാധാറാണിയാണ് അവര്. അവര് കൃഷ്ണന്റെ പാട്ടും അല്ല പാടുന്നത്, ഭജന. ഞാൻ ഇന്നലെ രാധ അവരുടെ ഇരുന്ന് രാധ എന്ന് പറയുന്നിട്ട് ആര് പാടും? രാധ 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 എന്ന് പറഞ്ഞിട്ടുള്ള കീർത്തനങ്ങളാ മുഴുവനും. അതിനകത്ത് കൃഷ്ണനേ ഇല്ല, ആ മുഴുവൻ അതെ. രാധയാണ്. ഉം. അത് പക്ഷെ അയാളുടെ വേറൊരു സ്പീച്ച് ഒക്കെ ലെവലാണ്. നല്ല രസമാ. അതെ അതെ അതെ. അവര് ആ രാധാറാണിയൊക്കെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം. അപ്പൊ എന്തൊരു ഭംഗിയാന്നറിയാം. ഇന്നലെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് രാധാറാണിയെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ വൃന്ദാവനം പോലെ ആക്കിയിട്ട് അവരുടെ പൂജാമുറി മുഴുവൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ ദിവസവും. അതുപോലെ ശൃംഗാരം എന്നാണ് ശൃംഗാരം. രാധാറാണിയുടെ ശൃംഗാരങ്ങളൊക്കെ മാറ്റും, ആഭരണങ്ങളും മേക്കപ്പും എല്ലാം മാറ്റിയിട്ട് ഇത് മുഴുവൻ വേറെ ഇടും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം വീണ്ടും വീണ്ടും മാറി. അങ്ങനെ എത്ര ഭംഗിയാന്ന് പറയാം. ഓരോ ദിവസം ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രാധാവല്ലഭ സിസ്റ്റം. അപ്പൊ ആ ഒരു സമ്പ്രദായം പ്രേമാനന്ദ മഹാരാജമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു കിഡ്നിയോ കരളോ ഏതാണ്ടൊക്കെ പോയതാ. എന്നിട്ടും അദ്ദേഹം എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും ഇരുന്ന അത്രയും പേരെ നയിക്കുന്നത്, ക്ലാസ് ഒക്കെ എടുക്കുന്നതിൽ. പ്രേമാനന്ദ മഹാരാജ് ഇസ്കോൺ അല്ല പക്ഷെ. ഇന്നലെ ഗുരു രാജാവ് ഗുരു മഹാരാജ് പറഞ്ഞത് എന്നെ ലങ്സ് ലിവർ ഒക്കെ റീപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്കിൻ ക്യാൻസർ ആണ്. പിന്നെ കംപ്ലീറ്റ് ഇതാണ് എനിക്ക്. പിന്നെ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എങ്കിലും ഞാൻ ഹെൽത്തി കണ്ടായിരുന്നു, അത് പ്രസംഗം ക്ലാസ് പറയുന്നത് കേട്ടായിരുന്നു. ആ അതെ അതെ. കേട്ടായിരുന്നു, ഗ്രൂപ്പിൽ ആരും ഷെയർ ചെയ്തിട്ട്. കേട്ടായിരുന്നു. എനിക്ക് സ്കിൻ ക്യാൻസർ ആണ്. ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ തെളിച്ച് 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 പറയുക. എൻ്റെ എല്ലാം ഇത് ചെയ്തിരിക്കുകയാണ്, കിഡ്നി, ലങ്സ്. അപ്പൊ ഗുരുമഹാരാജിന്റെ ഒക്കെ ആ ഒരു സ്ട്രെങ്ത് കണ്ടില്ലേ? ഗുരുമഹാരാജ് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പഠിക്കുന്നതാണ്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്. ഗുരുമഹാരാജ് ആ ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾ ആണ്. അല്ല, ഭീഷ്മ പഞ്ചമൻ ഇതിന്റെ അന്നേ അദ്ദേഹം അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നു, ഗംഗയിൽ കുളിക്കുന്നു. പിടിച്ചോണ്ടാ വരുന്നത്. എങ്കിലും അവരൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പുള്ളി മുങ്ങാനുള്ള ആവേശമാണ്. മുങ്ങി, എത്രയോ പ്രാവശ്യം മുങ്ങി, വെള്ളം മുങ്ങി. ഭയങ്കര ഇതെല്ലാം ചെയ്തിരിക്കുക തണുത്ത വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി. അപ്പൊ അങ്ങനെ നമ്മള് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ അത്ര നിസ്സാരനല്ല. നമുക്ക് ഭഗവാനെ നമ്മളെ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ ഭഗവാനെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഭഗവാനേക്കാളും ഉയർന്ന തത്വങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ രാധാതത്വം. ശ്രീകൃഷ്ണന്റെ തത്വത്തെക്കാളും ഒരുപാട് പടി മുകളിലാണ് രാധാതത്വം.
രാധാതത്വത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സറണ്ടർ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇത് കൊണ്ടൊന്നും അവിടേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടർ ശിലപ്രഭാതരോട് ചോദിച്ചു, ഹൂ ഈസ് രാധാറാണി, ഹൂ ഈസ് രാധ എന്ന് ചോദിച്ചു. ശിലപ്രഭാതർക്ക് ദേഷ്യം വന്നു. ഹൂ ഈസ് രാധ എന്ന് പറഞ്ഞിട്ട് വിദേശത്തിലെ ഒരു റിപ്പോർട്ടറാണ്, വെള്ളി രാജ്യത്ത് എവിടെയോ വെച്ച് ചോദിച്ചെങ്കിൽ പറഞ്ഞു, യു ആർ നോട്ട് qualified to ask about Radharani. You are not qualified to ask about Radharani. And I am not qualified to tell about Radharani. നിനക്കത് ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല രാധാറാണി ആരാണെന്ന് ചോദിക്കാനായിട്ട്. അതുപോലെ രാധാറാണി എന്താണ് എന്നാന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള യാതൊരു യോഗ്യത എനിക്കും ഇല്ല. നിനക്കത് ചോദിക്കാനും ഇല്ല, അത് പറയാനായിട്ടുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. അപ്പം രാധാറാണി എത്ര ശ്രേഷ്ഠയാണെന്ന് ആലോചിച്ച് നോക്കി. വൃന്ദാവനത്തിലെ ഈ രൂപഗോസ്വാമിയും അതുപോലെ തന്നെ മറ്റുള്ള ഗോസ്വാമിമാരൊക്കെ അവിടെ ഇരുന്ന് രാധാകൃഷ്ണ ദിവ്യ ലീലകൾ ഗോലോക വൃന്ദാവനത്തിൽ നടക്കുന്നത് അവരുടെ കൺമുമ്പിൽ കണ്ടിട്ടാണ് അവർ ഇത് മുഴുവൻ എഴുതി വെക്കുന്നത്. ഈ ലീലകൾ മുഴുവൻ അവരുടെ കൺമുമ്പിൽ. ഇവരൊക്കെ ആരാണ്? ഗോസ്വാമിമാരൊക്കെ ഭഗവാന്റെ മഞ്ചരികളാണ്. ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലെ മഞ്ചരികളാണ് ഗോസ്വാമിമാരായിട്ട് അവതരിച്ചത്. അപ്പൊ അവർ ഈ 500 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ രാധാകൃഷ്ണ ലീലകൾ മുഴുവനും അവരുടെ കൺമുമ്പിൽ കൂടെ ഓടുകയാണ്. അതാണ് അവർ എഴുതി വെച്ച് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ തേർക്കടമ്പയിലൊക്കെ പോയിരുന്നില്ലേ രൂപഗോസ്വാമിക്ക് എഴുതി തപസ് ചെയ്ത സ്ഥലത്ത്? ആ രൂപഗോസ്വാമി എഴുതിയ ഈ ഭക്തിരസാമൃത സിന്ധു ഉപദേശാമൃതം ഒക്കെ, അത് ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഇവിടെ പാക്കറ്റ് പൊട്ടിച്ച് ഭക്തിരസാമൃത സിന്ധു എടുത്ത് ഇങ്ങനെ ഒരു പേജ് ഒന്ന് നോക്കി. എനിക്ക് ഉറക്കം വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നമ്മളുടെ യോഗ്യത എന്താണ്? നമുക്കത് തൊടാനായിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്ലോകം 5, ഏതന്നാനാവതാരാണാം നിധീനാം ബീജം അവ്യയം യസ്യാം ശാസേന സൃജ്യന്തേ ദേവതിര്യങ് നരാധയാം ഏതന്നാനാവതാരാണാം നിധാനം ബീജം അവ്യയം യസ്യാം ശാനേന സൃജ്യന്തേ ദേവതിര്യങ് നരാധയാം. ഹരേ കൃഷ്ണ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ഏതന്നാനാവതാരണം നിദാനം ബീജമവ്യയം യസ്യാശാംശേന സൃജ്യന്തേ ദേവതിരയം നാരദയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ നമ്പിയ മാതാജി. ഏതന്നാവതാരണം നിദാനം ബീജം അവ്യയം യസ്യാം ശാസേന സൃജന്തേ ദേവതിര്യങ് നരാദയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. കാര്യം ഇതിപ്പം ഇവിടുത്തെ 8 മണി 10 മിനിറ്റ് ഇതിന്റെ ഇത് വായിക്കണമെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ഞാനത് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ 10:40 അത് 11:30 തീരത്തുള്ളൂ. ഹെവി സബ്ജക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതിന്റെ ഇത് കാര്യം പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും നിദാനവും ഉദ്ഭവകേന്ദ്രവും ഈ രൂപമാകുന്നു. നമ്മളിപ്പോ കണ്ട ആ ഭഗവാന്റെ ആ രൂപം, വിരാട് രൂപം അല്ലെ. ഈ രൂപത്തിലെ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. ഈ രൂപത്തിന്റെ വേറൊരു രൂപമാണല്ലോ ഏതാണ് നമ്മൾ കണ്ടത്? വേറൊരു വിഷ്ണു ഉണ്ടല്ലോ. ഏത് വിഷ്ണുവാണ്? ഗർഭോദശകായ വിഷ്ണു. ഈ ഏറ്റവും ബൃഹത്തായ വിഷ്ണു ഏതാണ്? നമ്മുടെ വിരാട് രൂപം, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപം ക്ഷീരോദശകായി കാരണോദശകായ വിഷ്ണു. അദ്ദേഹത്തിൽ നിന്നാണല്ലോ ഗർഭോദശകായ വിഷ്ണു വരുന്നത്. കാര്യം ഈ ഓരോ പ്രപഞ്ചത്തിലേക്കും വന്ന് കയറുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അംശവും പിന്നെ ഒരു അംശവും കൂടി വരുന്നുണ്ട്. അതേതാണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് വന്നിരിക്കുന്ന വിഷ്ണു. അതാരാണ്? ക്ഷീരോദശകായ വിഷ്ണു, ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു. അപ്പം അംശവും അംശങ്ങളുടെ അംശം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദേവന്മാർ
അപ്പൊ ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ വരുന്നത് ഈ പറയുന്ന വിഷ്ണുവിൽ നിന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മള് മമേവാംശ ജീവലോക ജീവഭൂത സനാതന എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ഒരുപാട് ശക്തികളിൽ പ്രധാനപ്പെട്ട 3 ശക്തികൾ എന്തൊക്കെയാണ്? അന്തരംഗ ശക്തി, തടസ്സ ശക്തി, ബഹിരംഗ ബഹിരംഗ ശക്തി ശക്തി. അല്ലെ. അപ്പൊ ജീവാത്മാക്കളായ നമ്മൾ അതിന്റെ ഇടയ്ക്കാണ് അല്ലെ. തടസ്സ ശക്തിയാണ്. അന്തരംഗ ശക്തി ആരാണ്? ഭഗവാന്റെ രാധാറാണി. യോഗമായ അല്ലെങ്കിൽ രാധാറാണി. ബഹിരംഗ ശക്തി മഹാമായ അല്ലെങ്കിൽ ദുർഗാദേവി അല്ലെങ്കിൽ പാർവതി അല്ലെങ്കിൽ ഭുവനേശ്വരി, രാജരാജേശ്വരി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് ദുർഗ. അപ്പം നമ്മൾ ഈ ജീവാത്മാക്കളില് നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഭഗവാന്റെ അന്തരംഗ ശക്തിയിലേക്ക് പോകണോ അതോ ബഹിരംഗ ശക്തിയിൽ തന്നെ അങ്ങ് നിന്നാ മതിയോ. നമ്മൾ ഓൾറെഡി ബഹിരംഗ ശക്തിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ. മഹാമായ നമ്മളെ ഇങ്ങനെ മായയിൽ ഇങ്ങനെ എടുത്തിട്ട് കറക്കി വറുത്ത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ, ഭക്തിയുത സേവനം ചെയ്യുവാണെങ്കിൽ ആരുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്? അന്തരംഗ ശക്തിയുടെ പ്രൊട്ടക്ഷൻ. രാധാറാണി. ഭഗവാന്റെ ആത്മമായ എന്ന് പറയും. ഭഗവാന്റെ ആത്മമായ. അപ്പൊ ആത്മമായയുടെ കുടക്കീഴിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ. ഇത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മളെ അവസാന ആത്മമായ നമ്മളെ കൈവിടില്ല. പിന്നെ നമ്മളുടെ അമ്മയാണ് അല്ലെ. അമ്മയ്ക്ക് എപ്പോഴും മക്കള് തിരിച്ചു വരണം, അച്ഛൻ പറയുന്ന അനുസരിക്കണം എന്നല്ലേ അമ്മമാരുടെ എല്ലാ ആഗ്രഹം അല്ലെ. അച്ഛനെ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം, അച്ഛന്റെ വഴി. നമ്മള് ഒരു പാട്ടില്ലേ, അച്ഛനെ പോലെ വളരണം എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയിൽ ഒരു പാട്ടില്ലേ അല്ലേ? അതെ അതെ, കൺമണി. അതല്ലേ ആണായിരിക്കണം അച്ഛനെ പോലെ. അതിന്റെ താമര കണ്ണൻ ഉറങ്ങണം കണ്ണും പൂട്ടി, അതിന്റെ അകത്തൊരു ഒരു പല്ലവിയിലോ അനുപല്ലവിയിലോ കണ്ടിരുന്നത്. അല്ല, അച്ഛനെ പോലെ അമ്മയ്ക്ക് തണലായി വളരണം എന്നൊക്കെ പറഞ്ഞത്. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കൈയെടുക്കണം. താമരക്കണ്ണൻ ഉറങ്ങേണെന്നുള്ള പാട്ടത്. അതെ, അതിന്റെ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഒരു അമ്മയുടെ ആഗ്രഹം എന്താണ്? അച്ഛനെ പോലെ വളരണം, അച്ഛനെ പോലെ പ്രശസ്തനാണ്, അച്ഛന്റെ ഫോളോ ചെയ്യണം, അച്ഛന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ വരണം. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു അമ്മയുടെ ആഗ്രഹമാണ് അല്ലെ. അപ്പം ഇവൻ അച്ഛനെ പോലെ ആകണം, അച്ഛന്റെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഒക്കെ ഇവന് കിട്ടണം. അതുപോലെ അച്ഛന് പിന്നീട് ഒരു താങ്ങും തണലും ആകണം. അച്ഛന് ഇവൻ ആണ്, പിന്നെ അച്ഛന് നീ ഇവിടെ വന്ന് ഇരുന്നോ സമാധാനമായിട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് അല്ലെ മകൻ അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അച്ഛൻ ഇനി വിശ്രമിക്കൂ, ഞാന് എന്താണ് വീട്ടിലെ ചെലവുകളെല്ലാം നോക്കണം, അച്ഛൻ ഇനി ജോലിക്ക് പോകണ്ട എന്നൊക്കെ ഒരു മകൻ പറയുമ്പോൾ എന്താണ് അത് അമ്മയാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ രാധാറാണി എന്താണ് ചെയ്യുന്നത്? നമ്മളെ മക്കളായ നമ്മളെല്ലാവരും തന്നെ അച്ഛന്റെ ഭക്തരായി. അച്ഛൻ പറയുന്നത് എന്താണ്? ഭഗവത്ഗീത അല്ലെ. അച്ഛനെ പറ്റി പറയുന്നതോ ഭാഗവതം അല്ലെ. ഈ ഭാഗവതം പഠിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് അച്ഛന്റെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അച്ഛന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് ആണ് ആരാഗ്രഹിക്കുന്ന അമ്മയായിട്ടുള്ള രാധാറാണി. അപ്പൊ ഇതൊക്കെ നമ്മള് ആരുടെ കൃപ കൊണ്ടാണ് പഠിക്കുന്നത്? ഇതിന്റെ ഈ ക്ലാസ്സിൽ ഇന്ന് വരാനിരിക്കുന്ന 4-5 പേര് ഈ ഇരിക്കുന്ന ആരുടെ കൃപ കൊണ്ടാണ്? രാധാറാണിയുടെ കൃപ കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതുമല്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഈ പറയുന്ന നമ്മൾക്കൊക്കെ തന്നെ ഇപ്പോഴും അതുപോലെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളുടെ ഇച്ഛ ഈ കൃഷ്ണാബോധത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് ഏതെങ്കിലും തരത്തിൽ മഹാമായ നമ്മളെ പ്രേരിപ്പിച്ചാലും നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് നമ്മളെ പുറത്തു പോകാനായിട്ട്, ഇതിൽ നിന്ന് വിട്ടുപോകാനും ആര് പെർമിഷൻ തരും? രാധാറാണി അല്ല പെർമിഷൻ തരുന്ന, ഭഗവാനായിരിക്കും അതിന്റെ പെർമിഷൻ തരുന്നത്. രാധാറാണിക്ക് ഒരിക്കലും മക്കളെ വിട്ടുപോകാനായിട്ട് താല്പര്യമില്ല. അന്തരംഗ ശക്തി ഈ ബഹിരംഗ ശക്തിയെ കടത്തി വെട്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് അല്ല, അന്തരംഗ ശക്തിയെ കടത്തി വെട്ടി ബഹിരംഗ ശക്തി ഭയങ്കര തഴച്ചു വളരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇത് തുലനം ചെയ്യുമ്പോൾ നമ്മളുടെ ജീവാത്മാക്കളായിട്ടുള്ള നമ്മൾക്ക് എന്താണ്? ബഹിരംഗ ശക്തിയുടെ അട്രാക്ഷനിൽ നമ്മൾ അങ്ങ് വീണുപോകും. കാര്യം ബഹിരംഗ ശക്തി നമ്മളെ എന്താണ് പേപ്പിടി കാണിച്ചിട്ട് ഇങ്ങനെ വിളിക്കുക, ഏത് സമയം മാടി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, ഈ കൃഷ്ണഭക്തിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മുടെ അധപ്പതനമാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ ഭഗവാൻ അതിന് പെർമിഷൻ തരുവാണ്. ഓക്കെ, അങ്ങനെയല്ലേ പെർമിഷൻ നമ്മൾ ഇവിടെ ആയത്. ഭഗവാന്റെ അടുക്കൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ സ്വന്തമായിട്ട്
ഭഗവാൻ എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടു. ഇവിടെ വന്നിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാണ്ട് രാധാറാണി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് എത്ര ഭക്തിയുത സേവനം ചെയ്യുന്നു അത്രയും രാധാറാണി നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എപ്പം നമ്മള് എന്താണ് ഭഗവാന്റെ ബാഹ്യമായയിൽ ബാഹ്യശക്തിയിൽ നിന്ന് നമ്മൾ പ്രേരിതരായി നമ്മൾ അതിലേക്ക് ആകർഷിതരാകുന്നു. അപ്പൊ ഭഗവാൻ നമ്മളെ ഇതിൽ നിന്ന് നമ്മുടെ ഇച്ഛ അനുസരിച്ചിട്ട് ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ ഈ ജീവാത്മാക്കൾ ഇടയിലുള്ള ആ ഒരു നമ്മുടെ ജീവാത്മാക്കള് ഈ ആന്തരികമായുടെയും ബാഹ്യമായുടെയും ഇങ്ങനെ പിടിയില് ഇതിന്റെ തുലനം ചെയ്ത് ഏതാണോ കൂടുതൽ എന്നുള്ള ആ ഒരു അവബോധത്തിൽ കൂടെ ആയിരിക്കും നമ്മളുടെ ബാക്കിയുള്ള കാലം മുഴുവൻ നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മളുടെ പ്രോഗ്രസ്സും ഒക്കെ അതിനെ അനുബന്ധിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് ശ്ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പുരുഷാവതാരമായിട്ട് സൃഷ്ടിയിൽ പ്രവേശിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ജീവാത്മാക്കൾക്ക് കർമ്മഫലം അനുഭവിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മള് ഭഗവാൻ ഒരിക്കലും ഈ കർമ്മബന്ധത്തിൽ പെടുന്നില്ല എന്നാണ് ഒന്നാം ശ്ലോകം നമ്മൾ ആദ്യം എടുത്ത ശ്ലോകം സൂചിപ്പിച്ചത്. പിന്നെ നമ്മളൊക്കെ എന്താണ് ജീവാത്മാക്കൾ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്ത് കർമ്മബന്ധത്തിലേക്ക് ആയി മാറിയത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അധ്യാപകൻ പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും പരീക്ഷ എഴുതണ്ട. അപ്പൊ ഭഗവാനെ ഈ കർമ്മഫലങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾ തന്നെയല്ലേ ഇതിന്റെ അനന്തരഫലം. മാർക്ക് കൂടിയ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലാസ്സിലേക്ക് തോറ്റുപോയാൽ അവിടെ തന്നെ കിടക്കേണ്ടി വരും. നമ്മളൊക്കെ തോറ്റു പോയിട്ട് ഇവിടെ തന്നെ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. ഈ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒരു അധ്യാപകൻ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നു, എന്നിട്ട് വിദ്യാർത്ഥികൾ അത് എഴുതുന്നു. അധ്യാപകൻ അതിന് ഒരിക്കലും എഴുതേണ്ട ആവശ്യമില്ല. അതിന് ജയമോ പരാജയമോ അധ്യാപകനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാനെ, അല്ലേ? ഇനി അടുത്തത് ഈ മഹാവിഷ്ണു, ഗർഭോദശകായ വിഷ്ണു, ക്ഷീരോദശകായ വിഷ്ണു എന്നുള്ള പുരുഷാവതാരങ്ങളിൽ നമ്മളിപ്പോ കണ്ടു കാരണസമുദ്രത്തിൽ ശയിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ നിന്നും അനേകായിരം ബ്രഹ്മാണ്ടങ്ങൾ വന്നു. അതുപോലെ തന്നെ ഓരോ ഗർഭോദശകായ വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിലും പ്രവേശിക്കുന്നു എന്ന് കണ്ടു. അതുപോലെ തന്നെ പരമാത്മാവായിട്ടുള്ള ക്ഷീരോദശകായ വിഷ്ണു ആ ഓരോ സൃഷ്ടിയിലുള്ള ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നു എന്നും നമ്മൾ കണ്ടു. അപ്പൊ ഭഗവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയം എന്താണ് എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും, അതുപോലെ തന്നെ ഇത്രയും വൈകുണ്ഠ ലോകങ്ങളിലും, അതുപോലെ തന്നെ സ്വവിസ്തരണങ്ങളിലും, അതുപോലെ തന്നെ ഗോലോക വൃന്ദാവനത്തിൽ ഏകനായിട്ട് സാക്ഷാൽ ഭഗവാൻ രാധാസമേതനായിട്ട് അവിടെ കുടികൊള്ളുകയും ചെയ്യുന്നു എന്നാണ് ഭഗവാന്റെ ആ ഒരു സമ്പൂർണത നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരേ സമയം ഭൗമ വൃന്ദാവനത്തിൽ ഒരുപാട് ലീലകൾ ആടിയും ഇപ്പോഴും ഭഗവാൻ ലീലകൾ ആടാനായിട്ട് അവിടെ വരുന്നുണ്ട്. പലരും ഞാൻ ഇന്നലെയൊക്കെ കണ്ട വീഡിയോ, യൂട്യൂബിൽ കണ്ടതൊക്കെ തന്നെ ഓരോരുത്തരും ഭഗവാന്റെ ലീലകൾ നേരിട്ട് കണ്ട് അത് പറയുകയാണ്, സാക്ഷ്യം പറയുവാണ്. ഇപ്പോഴും ഭക്തരായിട്ടുള്ളവർക്ക് ഭഗവാൻ അവിടെ ലീല ഉണ്ട്. ഭഗവാൻ ഒരിക്കലും അവിടെ വിട്ടുപിരിഞ്ഞ് പോയിട്ടില്ല. അവരെ ഒരു വയസ്സായ സ്ത്രീ വന്നു, അവര് എന്താ പറയുന്ന, ഒരാള് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ദേ ഇങ്ങോട്ടേക്ക് പോയാൽ മതി, നിങ്ങൾക്ക് അവിടെ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വയസ്സായ സ്ത്രീ, അതുവരെ കണ്ടിട്ടില്ലാത്ത. പക്ഷെ അവരവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരുടെ കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞ് ഏതോ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് വേറെ ആരുമല്ല, രാധാറാണി തന്നെയാണെന്ന് മനസ്സിലാകും. നമ്മളെ ഗൈഡൻസ് ചെയ്യാനായിട്ട് വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എവിടെയും കാണുന്ന ഓരോ വിശിഷ്ട വ്യക്തികളെ കാണുമ്പോൾ അവര് കൃഷ്ണനും രാധാറാണിയാണെന്ന് വേണം നമുക്ക് ഊഹിക്കാനായിട്ട്. അങ്ങനെ വൃന്ദാവനത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങള്, കൃഷ്ണാനുഭവങ്ങള് നമുക്ക് നേരിട്ട് ഭഗവാനും രാധാറാണിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരേ സമയം ഭൗമ വൃന്ദാവനത്തിലും ഗോലോക വൃന്ദാവനത്തിലും അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിലും എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ അത് കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രഭു, നമ്മള്
ശ്രീബുദ്ധനെ കുറിച്ചും ശങ്കരാചാര്യനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ആ. അത് എന്തിന്റെ ഭാഗമായിട്ട് അത് പറയാൻ കാരണം ഉണ്ടായിരുന്നത്? ഈ തത്വങ്ങൾ ഇങ്ങനെ മാറി വന്നപ്പം, അതായത് ഈ അചിന്ത്യ ഭേദഭേദ തത്വം പറഞ്ഞില്ലേ, അതാണോ ഇതാണോ എന്നുള്ള ആ തത്വം പറഞ്ഞു വന്നപ്പോഴാണ് ആദ്യത്തെ തത്വം എന്തായിരുന്നു, രണ്ടാമത്തെ എന്തായിരുന്നു, ഇപ്പോഴത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് തത്വം, എല്ലാവരും അംഗീകരിച്ച, ലോകം മുഴുവൻ അംഗീകരിച്ച തത്വം, ആ തത്വം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദര് അമേരിക്കയിലൊക്കെ പോയത്. ഒരു സേനാപതി ശിഷ്യൻ, എന്റെ ഒരു സേനാപതി ശിഷ്യൻ വരാനിരിക്കുന്നു എന്ന് ആര് പറഞ്ഞിരുന്നു? ചൈതന്യ മഹാപ്രഭു. ഇവിടുന്ന് അവതാര ലീല അവസാനിപ്പിച്ചിട്ട് ഭഗവാൻ പോകുന്നതിന് മുൻപേ തന്നെ പറഞ്ഞിരുന്നു. അതാരാണ്? ശ്രീല പ്രഭുപാദർ. എന്റെ സേനാപതി ശിഷ്യൻ അവതരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ആണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ അദ്ദേഹമാണ് ശ്രീല പ്രഭുപാദർ. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവനും നടന്ന് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു. ഈ കൃഷ്ണ എന്ന് പറഞ്ഞ തിരിയല്ലാത്ത, നാക്ക് വഴിയല്ലാത്ത ഈ ഇംഗ്ലീഷുകാരെ കൊണ്ടൊക്കെ ഈ ഭഗവത്ഗീത ഭാഗവതവും മുഴുവനും അദ്ദേഹം വായിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, അവരെ കൊണ്ടൊക്കെ കാവ്യ പിടിപ്പിച്ചു, അവരെ കൊണ്ടൊക്കെ കണ്ടിമാല ഇടിപ്പിച്ചു കഴുത്തില്, അവരെ കൊണ്ടൊക്കെ ഏകാദശി ഇടിപ്പിച്ചു. നമ്മളെ കൊണ്ട് പറ്റുമോ? ഒറ്റ ആളെ കൊണ്ട് കൃഷ്ണഭക്തനാക്കാണ്ട് പറ്റുമോ നമ്മളെ? ഇല്ല. നമ്മൾ തന്നെ ആകുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ മറ്റൊരാളെ ആക്കുന്നു? അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഭഗവാന്റെ അഷ്ടഗോപന്മാരിൽ ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അഷ്ടഗോപന്മാരിൽ ഗോസ്വാമിമാരൊക്കെ ഭഗവാന്റെ മഞ്ചരികളാണ്. മഞ്ചരികൾ എന്ന് പറഞ്ഞ വിഭാഗങ്ങളുണ്ട് ഗോപികമാരിൽ തന്നെ. അപ്പൊ ആ ഒരു വിഭാഗക്കാരാണ് രൂപമഞ്ചരിയാണ് രൂപഗോസ്വാമി എന്നാണ് പറയുന്നത്. രൂപമഞ്ചരി. അപ്പൊ ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധു ഭേവിച്ച പതനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്, അനന്തകോടി ആചാരവന്തിക്ക് ജയ്. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ ഭഗവാന്റെ നാട്ടില് അതിന്റെ സമയമായോ? 11 ആകുന്നേ ഉള്ളു അല്ലേ? ഭയങ്കര വടക്കം കേൾക്കുന്നു. വടക്കം പൊട്ടീര്. ഹാപ്പി ന്യൂ ഇയർ. ചുറ്റും ഭയങ്കര വടക്കം കേൾക്കുന്നു. അപ്പൊ കൃഷ്ണഭക്തിയില് ഒരുപാട് പുരോഗതി ഉണ്ടാകട്ടെ. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ കൃപ ചൊരിഞ്ഞ് നിങ്ങളിൽ എല്ലാവരും എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ കോൺഷ്യസ്നസ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഹരേ കൃഷ്ണ.